നമസ്കാരം. മൺസൂൺ രണ്ടാം ഘട്ടം തിമിർത്ത് പെയ്യുകയാണ്. ഇക്കുറി നേരത്തെ എത്തിയ മൺസൂൺ മെയ് മാസത്തിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് രണ്ടാം ഘട്ടം തുടങ്ങിയത്. ഇന്ന് മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. അതായത് വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. വരുന്ന 2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഇക്കുറിയും മഴയ്ക്കൊപ്പം മഴക്കെടുതിയും രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ സംസ്ഥാനത്താകെ വലിയ നാശനഷ്ടവും അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. കടലാക്രമണം രൂക്ഷമായത് തീരമേഖലകളിലുള്ളവരുടെ ജീവിതം ദുസ്സഹമാക്കി. വിവിധയിടങ്ങളിൽ നഗരമേഖലകളിൽ ഉൾപ്പെടെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടതും വൻ ഗതാഗത കുരുക്കും ട്രെയിനുകൾ വൈകി ഓടുന്നതും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടെ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ബേവിഞ്ചയിലെ മണ്ണിടിച്ചിലും ആശങ്കയായി. പെരുമഴക്കെടുതികളുടെ തത്സമയ വിവരങ്ങളാണ് ഇന്നത്തെ ന്യൂസ് ഈവനിങ്ങിൽ. നമുക്കൊപ്പം അതിഥിയും ഉണ്ടാകും, ഒപ്പം റിപ്പോർട്ടർമാരും. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നമുക്കൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്ന ഡോക്ടർ എ രാജഗോപാൽ കമ്മത്താണ്. നമ്മളുടെ റിപ്പോർട്ടർമാർ വിവിധയിടങ്ങളിൽ നിന്ന് തത്സമയ വിശദാംശങ്ങളുമായി ചേരുകയും ചെയ്യും. ഒപ്പം ഇന്ന് റവന്യൂ മന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനം അത് അല്പസമയത്തിന് ഉള്ളിലുണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഡോക്ടർ എ രാജഗോപാൽ കമ്മത്ത്, ഇപ്പോൾ ഇത്തവണ മൺസൂൺ നമുക്കറിയാവുന്നതുപോലെ നേരത്തെ തുടങ്ങി. ജൂൺ ആകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ആ ഒന്നാം ഘട്ടം അത് പൂർത്തിയായി. വലിയ നാശനഷ്ടമാണ് അന്നുണ്ടായത്. ആ സമയത്ത് നമ്മൾ ചർച്ച നടത്തിയതാണ്. പിന്നീട് ഒരു ചെറിയ ഇടവേള ഉണ്ടാകും, വീണ്ടും മഴ ഇതുപോലെ ശക്തമായി പെയ്യും. പക്ഷേ അന്നുണ്ടായ അത്രയും തീവ്രതയിലായിരിക്കില്ല എന്ന് അന്ന് കാലാവസ്ഥാ വിദഗ്ധർ അല്ലെങ്കിൽ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഈ നാശനഷ്ടത്തിൻ്റെ തോത് നോക്കുകയാണെങ്കിൽ വ്യാപകമായ നാശനഷ്ടം ഈ ഒന്നാം ഘട്ടത്തിലും, നമ്മളിപ്പോൾ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം അങ്ങനെ പേരിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും അതങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കനത്ത കാറ്റ് എന്നുള്ളത് ഇത് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഓരോ വർഷവും മൺസൂൺ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ടോ? അതെന്തുകൊണ്ടാണ്? ഒരാശങ്കയുണ്ടാക്കുന്ന കാര്യമാണോ? അതിൽ കൂടുതൽ പഠനങ്ങളൊക്കെ ആവശ്യം ഉണ്ടോ? ഡോക്ടർ എ രാജഗോപാൽ കമ്മത്ത്. ഇപ്രാവശ്യത്തെ ഒരു മൺസൂണിന്റെ പ്രത്യേകത എന്തെന്നാൽ ഞാൻ കഴിഞ്ഞ വർഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. കഴിഞ്ഞ കൊല്ലം നമ്മുടെ വേനൽക്കാലം അതിഭീകരമായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു, നമുക്ക് എല്ലാം അനുഭവപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് സൂര്യന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് സോളാർ മാക്സിമം എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു. അതായത് സൂര്യൻ തീവ്രമാകുന്ന അവസ്ഥ. ഓരോ 11 വർഷത്തെ ചാക്രികമായ കാലയളവിൽ അത് സോളാർ മാക്സിമത്തിലേക്കും സോളാർ മിനിമത്തിലേക്കും പോകും. അപ്പൊ സോളാർ മാക്സിമത്തിന്റെ പാരമ്യത്തിലായിരുന്നു കഴിഞ്ഞ കൊല്ലം നമ്മൾ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിച്ചത്. മഴയും നമുക്ക് കുറവായിരുന്നു. അത് നവംബറോടുകൂടി ആ പാരമ്യം കുറയുകയും സോളാർ മാക്സിമത്തിലേക്കുള്ള യാത്ര സൂര്യൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ ശ്രദ്ധിക്കണം, ഇന്ത്യ മഹാസമുദ്രത്തിന്റെയും സദേൺ ഇന്ത്യൻ ഓഷ്യന്റെയും താപനില എന്ന് പറയുന്നത് 34 ഡിഗ്രി ആയിരുന്നു. ആ സമയത്ത് അന്റാർട്ടിക്കയുടെ ഐസ് പാളികളൊക്കെ ധാരാളമായിട്ട് മെൽറ്റായിട്ട് അവിടെ ആ ധ്രുവപ്രദേശത്തെ ഈ ഐസിന്റെ കനം കുറഞ്ഞിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ ഈ കൊല്ലം ഇത്രയും ചൂട് വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണുപ്പ് ഓഷ്യനിലെത്തുകയും ഓഷ്യന്റെ താപനില കുറയുകയും ചെയ്തു. ഇപ്പോഴത്തെ ഇന്ത്യ മഹാസമുദ്രത്തിന്റെ താപനില എന്ന് പറയുന്നത് 31 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ്. 30-31, അതായത് 4 ഡിഗ്രിയോളം കുറഞ്ഞു. ഇതേ സമയം തന്നെ കഴിഞ്ഞ കൊല്ലത്തെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അറബിക്കടലിന്റെ താപനില 31 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഇപ്പോൾ അത് 29 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുണ്ട്. കേരള ലാൻഡ് മാസിന്റെ താപനിലയും ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കടലും കരയും തമ്മിലുള്ള താപനിലയിൽ ഏകദേശം 5 മുതൽ 6 ഡിഗ്രി വരെ വ്യത്യാസം വന്നിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ എപ്പോഴും കടലിന്റെയും കരയുടെയും താപനില ഏകദേശം തുല്യമാണ് എന്നൊക്കെയാണ്, രാത്രികാല താപനില കൂടുന്നു എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കരയുടെ താപനില കടലിനേക്കാൾ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം അനുഭവിച്ച കാറ്റ്, വർദ്ധിച്ച തോതിലുള്ള കാറ്റ് നമ്മൾ അനുഭവിച്ചത്. ഈ വർദ്ധിച്ച തോതിലുള്ള കാറ്റാണ് ഈ തീരദേശ മേഖലകളിലെ നഗരങ്ങളിൽ ഈ മഴ കേന്ദ്രീകരിക്കാതെ മലമ്പ്രദേശങ്ങളിലേക്ക് ഇതിനെ കൊണ്ടുപോയത്. അതായത് ഇടുക്കിയും പത്തനംതിട്ടയും വയനാടും ഒക്കെ നല്ല മഴ പെയ്തതായിട്ട് അറിയാമല്ലോ. ഇടുക്കിയും പത്തനംതിട്ടയും കോട്ടയം ജില്ലയുടെ മലമ്പ്രദേശങ്ങളിലും മഴ പെയ്തിട്ടാണ് കുട്ടനാട്ടിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായത് കഴിഞ്ഞ സ്പെല്ലിൽ. അപ്പോൾ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 2 ദിവസവും നല്ല കാറ്റുണ്ടായിരുന്നു. ആ കാറ്റാണ്
ഈ മഴയെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യിച്ചുകൊണ്ട് പോയത്. പക്ഷെ കാറ്റിന് നമ്മൾ ഉദ്ദേശിച്ചത്ര ശക്തി ഇല്ലായിരുന്നു. കഴിഞ്ഞ സ്പെല്ലിനെ പോലുള്ള ശക്തി ഈ തവണത്തെ കാറ്റിനില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ തീരദേശ മേഖലകളിൽ ഇത് കേന്ദ്രീകരിച്ചത്. ഇനി അടുത്തുള്ള ദിവസങ്ങളിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കാറ്റിന്റെ വേഗത കുറവായിരിക്കും. അത് ഇങ്ങനെ ചാക്രികമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. 21-ാം തീയതി കഴിഞ്ഞതിന് 21, 22-ാം തീയതി കഴിഞ്ഞതിന് ശേഷമേ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ 14, 15 തീയതികളിൽ ഇന്ന് 15 തീയതികളിൽ പെയ്ത ആ ഒരു മഴയുടെ അവസാനമായി, ആ സ്പെല്ലിന്റെ ഏകദേശം അന്ത്യം അടുക്കാറായി. അപ്പോൾ ഇന്ന് രാത്രി കഴിയുമ്പോഴത്തേക്കും മഴയിൽ നല്ല ഗണ്യമായ കുറവുണ്ടാകും. അത് ഒരു ഷോർട്ട് ടേമിന് മാത്രമേ ഉള്ളൂ, കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. വടക്കൻ ജില്ലകളിൽ കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെയുള്ള പ്രദേശങ്ങളിലെ തീരദേശങ്ങളിൽ മഴ പെയ്യും. പക്ഷെ ഇന്നത്തേതിന്റെ ഇതും കുറവായിരിക്കും. ചില സ്ഥലങ്ങളിൽ പകുതിയാകും. നമ്മുടെ തെക്കൻ ജില്ലകളിൽ മഴ ഏകദേശം 25% അടുത്ത ഒരു 3-4 ദിവസത്തേക്ക്. അത് കഴിഞ്ഞാൽ അല്പം വർധനവ് 23-ാം തീയതി ആകുന്നതോടെ തെക്കൻ ജില്ലകളിലും പതിയെ വർദ്ധിച്ചു തുടങ്ങും, മഴ വർദ്ധിച്ചു തുടങ്ങും. ഇനി അടുത്തുള്ള കാലഘട്ടത്തിലെല്ലാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ കാലവർഷത്തിൽ നമ്മൾ പണ്ട് പരിചയിച്ചു വന്ന കാലവർഷത്തിൽ പെയ്തുകൊണ്ടിരുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ പെയ്ത് മാറുന്ന മഴ ഈ മേഖലകളിലെല്ലാം പ്രതീക്ഷിക്കണം. അതെ, മഴയ്ക്കൊരു ചെറിയ ഇടവേള, അതായത് താങ്കൾ പറയുന്ന മഴയ്ക്കൊരു ചെറിയ ഇടവേള ഈ മൺസൂൺ കാലഘട്ടത്തിൽ വരും, വീണ്ടും മഴ തുടങ്ങും, അങ്ങനെ ഘട്ടം ഘട്ടമായി അല്ലേ? അതെ അതെ, അങ്ങനെയാണ്. കാരണം ഈ കാലാവസ്ഥയുടെ മാറ്റങ്ങൾ നമുക്കറിയാം. ജൂൺ 21, 22 തീയതികളിലാണ് ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യത്തിന്റെ തുടക്കമാകുന്നത്. ആ ശൈത്യത്തിന്റെ തുടക്കം ഇവിടെ വലിയ കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് കാരണമാകും. നമ്മുടെ കേരളത്തിൽ നല്ല മാറ്റമുണ്ടാക്കും. അതിപ്പോ ജൂലൈ ആദ്യത്തെ ആഴ്ചയൊക്കെ ആകുമ്പോൾ നല്ല വ്യത്യാസം വരും, ശൈത്യം കൂടും. അങ്ങനെ വന്നു കഴിയുമ്പോൾ വീണ്ടും മഴയ്ക്കുള്ള സാധ്യത കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴത്തെ ഏകദേശം ഡബിൾ മഴ നമുക്ക് ആ സമയങ്ങളിൽ പ്രതീക്ഷിക്കണം. പക്ഷെ തുടർച്ചയായ മഴയല്ല. ഞാനിപ്പോഴും പറയാം, കഴിഞ്ഞ കൊല്ലം നമുക്കുണ്ടായ അബദ്ധം എന്ന് പറയുന്നത് നമുക്ക് കാറ്റില്ല. കാരണം കടലും കരയും ഏകദേശം 1-2 ഡിഗ്രി വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് കാറ്റില്ലായിരുന്നു നമുക്ക്. ഇത്തവണ കാറ്റുള്ളത് കൊണ്ട് ഈ മേഘങ്ങളെല്ലാം ഭാഗ്യവശാൽ മലമ്പ്രദേശങ്ങളിലേക്കും പരന്ന് കേരളം ആകെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ഥലത്ത് തടഞ്ഞു നിന്നുള്ള ആ മഴ, ശക്തമായ മഴ, 10, 20, 30 സെന്റിമീറ്റർ ഒരു ദിവസം കൊണ്ട് പെയ്യുന്ന മഴ ഉണ്ടാകത്തില്ലായിരിക്കാം. പക്ഷെ നമുക്കറിയില്ല. കാരണം ഈ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ഒരു ഗ്യാപ്പ് വരുമ്പോൾ എപ്പോഴും നമ്മൾ ഭയക്കണം. ഒരു 10 ദിവസത്തെ ഗ്യാപ്പ് വരികയാണെങ്കിൽ നമ്മൾ ഭയക്കണം. കാരണം പിന്നീട് ഉണ്ടാകുന്ന ഒരു കാറ്റുണ്ടാകുകയാണെങ്കിൽ ഈ മേഘങ്ങൾ ഈ മലമ്പ്രദേശങ്ങളിൽ പോയി തങ്ങി നിന്ന് വലിയ മഴയ്ക്ക് കാരണമാകും. ഇപ്പൊ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് അത്. കഴിഞ്ഞ കൊല്ലം ഉണ്ടായി, ജൂലൈയിൽ അറിയാമല്ലോ, ജൂലൈയിൽ അവസാനം ഉണ്ടായ ആ പ്രതിഭാസം അറിയാമല്ലോ. അപ്പൊ നമ്മൾ ഇത്രയും വിവരങ്ങൾ നമുക്കുള്ള സ്ഥിതിക്ക് നല്ല വിജിൽ നമ്മൾ വെക്കണം, നല്ല ശ്രദ്ധ നമ്മൾ ഇതിൽ വെക്കണം. ഈ ഗ്യാപ്പ് വരുന്ന സമയത്ത് കാലാവസ്ഥാ വകുപ്പും മറ്റ് ഏജൻസികളും എല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. എവിടെയാണ് മേഘങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കണം. അല്ലാതെ സാധാരണ കാഷ്വലായിട്ട് പോയാൽ പോരാ. അതായത് അവിടെ കുറച്ച് അങ്ങനല്ല. ഇത് മേഘങ്ങൾ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്ന എവിടെയെന്ന് നിശ്ചിതമായിട്ട് പരിശോധിക്കണം. പ്രത്യേകിച്ച് ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ആഘാതം ഒഴിവാക്കാൻ സാധിക്കും. മഴ പെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ ഒരു കാരണവശാലും സാധിക്കത്തില്ല. പക്ഷെ നമുക്ക് അതിന്റെ ആഘാതം ഒഴിവാക്കി, അതായത് ഈ മേഘവിസ്ഫോടനം എന്നുള്ള ആ പ്രതിഭാസം, ഞാൻ താങ്കളിലേക്ക് എത്താം. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ അത് പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുമായി ഇപ്പോൾ ഉണ്ട് തത്സമയം. അലക്സ്, ഇപ്പോൾ നേരത്തെ ഒരു ചെറിയ മാറ്റം വന്നിരുന്നു. അത് ഓറഞ്ച് അലേർട്ട് ചിലയിടങ്ങളിൽ മാറിയിട്ട് യെല്ലോ അലേർട്ട് ആയിട്ടുണ്ട്. പക്ഷേ വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ, റെഡ് അലേർട്ട് തുടരുകയാണ്. അങ്ങനെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് എങ്ങനെയാണ്? ഏതൊക്കെ ജില്ലകളിൽ അതിതീവ്ര മഴ, തീവ്ര മഴ, അങ്ങനെ? അനുജ സൂചിപ്പിച്ചതുപോലെ മധ്യ കേരളത്തിലെ കൂടുതൽ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് നേരത്തെ നൽകിയിരുന്നു. അതിലൊരു മാറ്റമുണ്ട്. അത്തരത്തിൽ ഓറഞ്ച് അലേർട്ട് നൽകിയ ജില്ലകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ടായി മാറിയിട്ടുണ്ട്. ഇതിൽ ഇന്ന് അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിലുള്ളത്. അപ്പോൾ തന്നെ വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കും സാധ്യത നിലനിൽക്കുന്നുണ്ട്. 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വടക്കൻ കേരളത്തിലെ 5 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും കൂടി സംസ്ഥാനത്തെ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴ തുടരുമെന്ന് പ്രവചിക്കുന്നുണ്ട്. അതിനുശേഷം ബുധനാഴ്ചയ്ക്ക് ശേഷം ഈ മഴയുടെ ഈ ശക്തി അത്
കുറയും, മഴയുടെ തീവ്രത കുറയുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അനുജ, പ്രധാനമായി ഈ തെക്കൻ ഗുജറാത്തിന് മുകളിലായ ഒരു ചക്രവാത ചുഴി അത് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. മറ്റൊരു ചക്രവാത ചുഴി വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചതാണ് സംസ്ഥാനത്ത് കാലവർഷം ഇങ്ങനെ സജീവമാകാൻ കാരണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ശക്തമായ കാറ്റ് പലയിടങ്ങളിൽ ലഭിക്കുന്നുണ്ട്. തീരമേഖലയിലും മലയോര മേഖലയിലും ജാഗ്രത തുടരണം. ശക്തമായ കാറ്റെന്ന് പറയുമ്പോൾ മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെയൊക്കെ വേഗതയിൽ കരയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഈ മരം കടപുഴകി വീണുകൊണ്ടുള്ള അപകടങ്ങളൊക്കെ കൂടുതലായി ഉണ്ടാകുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. തീരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള സംസ്ഥാനത്തെ തീരമേഖലയിൽ തീരദേശ ജില്ലകളിലൊക്കെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉയർന്ന തിരമാലയ്ക്ക് 4.2 മീറ്റർ വരെയൊക്കെയുള്ള ഉയർന്ന തിരമാലയ്ക്ക്, അത് വളരെ ഉയർന്ന തിരമാലയാണ്. അത്തരത്തിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും തീരമേഖലയിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനാൽ മത്സ്യത്തൊഴിലാളികൾ, തീരദേശവാസികൾ, തീരമേഖലയിലുള്ളവരൊക്കെ ജാഗ്രത പാലിക്കണം. പലയിടങ്ങളിലും കടൽക്ഷോഭം ഇപ്പോഴും രൂക്ഷമാണ്. കടലാക്രമണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ പലയിടങ്ങളിലും വീടുകളിലേക്കൊക്കെ കടൽവെള്ളം ഇരച്ചെത്തുന്നുണ്ട്. ആ ജാഗ്രത തുടരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അതുപോലെ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രമൊക്കെ അറിയിക്കുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുത്തിയ വിലക്കും തുടരുന്നുണ്ട്. എന്താണെങ്കിലും ഇന്നും നാളെയും ഒക്കെയായി ഈ ജാഗ്രത തുടരേണ്ടത്. അതിനുശേഷം സംസ്ഥാനത്തെ മഴയുടെ തീവ്രത അല്പം കുറയുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതെ, അത് തന്നെയാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ള കാലാവസ്ഥാ വിദഗ്ധൻ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് പറയുന്നതും. ഘട്ടം ഘട്ടമായുള്ള മൺസൂൺ അതാകും ഇനി നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്നത് എന്ന് തന്നെയാണ്. വരും ദിവസങ്ങളിൽ മഴയുടെ ശക്തി കുറയും. ബുധനാഴ്ചയോടെ ഈ തീവ്രമായ മഴ ഒരു ചെറിയ ഇടവേള എടുക്കാൻ സാധ്യതയുണ്ട് എന്നതാണ്. നമ്മൾ കാസർഗോട്ടേക്കൊന്ന് പോകുന്നു വളരെ വേഗം. ബേവിഞ്ചയിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു എന്നത് നേരത്തെ നമ്മൾ നൽകിയ വാർത്തയാണ്. NH-66 മണ്ണിടിഞ്ഞത്. പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം തുടരുകയാണ്. മണ്ണിടിച്ചിലിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ദൃശ്യങ്ങളിലേക്ക്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായുണ്ട്. അരുൺ, ഈ ദൃശ്യങ്ങൾ ഭീതിയുണ്ടാക്കുന്നതാണ്. ഏതായാലും അതിന് തൊട്ട് സമീപത്ത് കൂടിയൊന്നും വാഹനങ്ങൾ പോകുന്നില്ല, പക്ഷെ കുറച്ച് മാറിയൊക്കെ വാഹനങ്ങൾ പോകുന്നുണ്ട്. അതുപോലും സേഫ് ആണോ എന്നൊരു സംശയം ഈ ദൃശ്യം കാണുമ്പോൾ വരുന്നുണ്ട്. അനുജ, ഞാനിപ്പോൾ നിൽക്കുന്ന ആ പ്രദേശത്താണ്. NH-66 ഇവിടെ ഇപ്പോൾ താൽക്കാലികമായി ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് വാഹനങ്ങൾ പോകുന്ന വഴിയാണ്. മംഗലാപുരത്ത് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാതയാണ് NH-66. ഇവിടെ മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ പണി നടത്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ജിയോളജി വകുപ്പുമൊക്കെ ഈ പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നു. അങ്ങനെ അതീവ ജാഗ്രത ലിസ്റ്റിൽ പട്ടികയിൽപ്പെടുത്തിയ സ്ഥലമാണ് ഈ ബേവിഞ്ച എന്ന് പറയുന്ന പ്രദേശം. അവിടെയാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ, അതായത് അല്പസമയം മുൻപാണ്, നമ്മൾ എത്തുന്നതിന് അല്പസമയം മുൻപാണ് ആ പ്രദേശത്ത് മണ്ണിടിഞ്ഞത്. ആ മണ്ണിടിയുന്ന ദൃശ്യങ്ങളാണ് അതിൻ്റെ ആ ദൃശ്യമെന്ന് പറയാം. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ എത്രത്തോളം ഭീകരാവസ്ഥ അതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പ്രദേശത്തെ 150ഓളം കുടുംബങ്ങൾ, അതായത് ഈ കുന്നിന് മുകളിലും അതുപോലെ തന്നെ ഈ റോഡിന് താഴെയുമായി 150ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. പക്ഷേ മേഗാ കൺസ്ട്രക്ഷൻ കമ്പനി അശാസ്ത്രീയമായാണ് ഈ പാത നിർമ്മിക്കുന്നത് എന്ന് നേരത്തെ തന്നെ നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. അതിലൊന്നും തന്നെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല അനുജ, നേരത്തെ ജില്ലാ കളക്ടർ ഈ ഭാഗം സന്ദർശിച്ചിരുന്നു. അതിനുശേഷം മഴക്കാലം എത്തുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായി ഈ പ്രദേശത്തെ മണ്ണെടുക്കുന്നത് നിർത്തിവെക്കണമെന്ന് കമ്പനിയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതൊന്നും കമ്പനി പാലിക്കാൻ തയ്യാറായില്ല. ജില്ലാ കളക്ടറുടെ വാക്കുപോലും മുഖവിലേക്ക് എടുത്തില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മഴ ശക്തമാവുകയാണ്. പല ഭാഗങ്ങളിലും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപകടഭീതിയില്ല ഒരുപാട്. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ചെർക്കള മുതൽ ചട്ടഞ്ചാല് വരെയുള്ള ഒരു പ്രദേശം ഏറ്റവും ഗുരുതരമായ ഒരു സാഹചര്യത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. ഒരുപാട് കുടുംബങ്ങൾ ഈ പറയുന്ന മണ്ണെടുത്തത് എത്രയോ ഉയരത്തിൽ മണ്ണെടുക്കുകയും അതും കുത്തനെ ഇടിച്ച് താഴ്ത്തുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഗുരുതരമായ സാഹചര്യം എന്ന് പറയുന്നത് അതിന് മേലെ ഭാഗത്തുള്ള വീടുകളൊക്കെ എപ്പോൾ ഏത് നിമിഷവും തകർന്ന് വീഴുന്ന രീതിയിലേക്ക്. ഇപ്പോൾ ഞാൻ രാവിലെ ഈ ഒരു വാർത്ത കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ വന്നിവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ബാക്കി ഭാഗം കൂടി ഇടിഞ്ഞതാണത്. എൻ്റെ ഒരുപാട് ഭാഗം ഇതേപോലെ തള്ളി നിൽക്കുകയാണ്, പൊട്ടൽ വീണിട്ടുണ്ട്. ഏത് നിമിഷവും ബാക്കി കൂടെ ഈ ഭാഗത്തൊക്കെ ഇടിഞ്ഞ് താഴുന്ന സ്ഥിതിയാണുള്ളത്. അതീവ ഗുരുതരമായ സാഹചര്യമാണ്. ഗവൺമെൻറ് എന്തെങ്കിലും ഒരു നടപടി ഈ ഭാഗത്തുള്ള ആളുകളെ ഏതെങ്കിലും രീതിയിൽ പുനരധിവസിപ്പിക്കാനോ മാറ്റി താമസിപ്പിക്കാനോ അല്ലെങ്കിൽ തൊട്ട് താഴെ
താഴത്തെ കളക്ടർ ഉത്തരവിട്ട ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഈ പ്രദേശത്ത് അപകട സാധ്യത ഉണ്ട് എന്ന് കളക്ടർ പറഞ്ഞ ഇതിന് തൊട്ട് താഴെയുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട്. അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം അടിയന്തരമായി ഗവൺമെൻറ് കൈക്കൊള്ളും. കളക്ടർ ഉത്തരവിറക്കിയിട്ടുണ്ട്. ആ ഉത്തരവ് കൂടി നിങ്ങളൊക്കെ കാണണം. ഇത് കണ്ടിട്ടെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ സർക്കാർ തയ്യാറാവണം. അനുജ, അത് തന്നെയാണ് ഇവിടെ ഈ ഭാഗം മാത്രമല്ല, അതായത് ഈ ബേവിഞ്ച മാത്രമല്ല, ചട്ടഞ്ചാൽ പ്രദേശമുണ്ട്, അതുപോലെ തന്നെ ഈ വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന് അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ പ്രദേശങ്ങൾ ഇത്തരത്തിലുള്ള അപകട ഭീതി നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഈ ഭാഗത്തെ മണ്ണൊക്കെ അത് എളുപ്പത്തിൽ തന്നെ താഴേക്ക് പതിക്കാവുന്ന അത്രത്തോളം സോഫ്റ്റായ മണ്ണാണ്. അതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുന്നത്. ഒപ്പം ഈ മേഗാ കൺസ്ട്രക്ഷൻ കമ്പനി അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നു എന്നതും വലിയ രീതിയിലുള്ള പരാതിയായി ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്ത് എത്ര വീടുകളാണുള്ളത്? മുകളിലൊരു 100 കൂടുതൽ വീടുണ്ട്, താഴെ അതേപോലെ തന്നെ താഴെയും 100 കൂടുതൽ വീടുണ്ട്. വളരെ ഭീതിജനകമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ തുടക്കം മുതൽ തന്നെ ഇത് ജില്ലാ കളക്ടറൊക്കെ അറിയിച്ചിരുന്നു, ഇവിടെ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഡ്രൈനേജ് സംവിധാനം ഇല്ല എന്നൊക്കെ. ഒരു പരിഹാരം ഉണ്ടായില്ല. അല്ല, ഇത് വർക്ക് പ്രവൃത്തി ആരംഭിക്കുമ്പോൾ തന്നെ മേഗാ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആക്ഷേപങ്ങൾ നാട്ടിനകത്തുണ്ടായിരുന്നു. ആ ആക്ഷേപങ്ങൾ വരുമ്പോൾ മുറക്കെല്ലാം ഇവരോട് സംസാരിക്കുകയും ഇവിടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഒരുപാട് തവണ അവരോട് ആവശ്യപ്പെടുമ്പോഴെല്ലാം ശരിയാക്കാമെന്ന് പറയുന്നതല്ലാണ്ട് അവർ ശരിയാക്കാറില്ല. കളക്ടർ ഉൾപ്പെടെ സംസാരിച്ചപ്പോൾ പോലും അവരെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് ചെയ്തു വെച്ചാൽ ഇതിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രശ്നം വെച്ചാൽ ഈ മെഗാ കമ്പനി ചെയ്തതിൻ്റെ ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ ഇവർ ഇത് ചെർക്കള മുതൽ ബേവിഞ്ച വരെ ഡ്രൈനേജ് സംവിധാനമാക്കിയിട്ടില്ല. അതാണ് ഇതിൻ്റെ എല്ലാം ദുരന്തം. അതോടൊപ്പം തന്നെ ഈ മണ്ണിടിച്ചത് നമുക്കെല്ലാം അറിയാം, ഒരു സാധാരണ ഒരു മണ്ണിടിക്കുമ്പോൾ ഒരു 90 ഡിഗ്രിയിൽ താഴെയാണ് എടുക്കൽ. ഇത് 90 ഡിഗ്രി മുകളിലാണ് മണ്ണിടിച്ചിട്ട് മുകൾ ഭാഗം തൂങ്ങി നിൽക്കുന്ന രീതിയിലേക്കാണ് ഇടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും ഇടിയുമെന്ന് ഈ നാട്ടുകാർ പറഞ്ഞിട്ടും അവർ കേട്ടില്ല. അതുപോലെ തന്നെ ഈ നമ്മുടെ ഉത്തരേന്ത്യൻ മാതൃകയിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ വിസ്ഥിതിയെക്കുറിച്ച് പഠിക്കാണ്ട് ചെയ്ത ഭവിഷ്യത്താണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ മുകളിലെയും കുന്നിൻ്റെ മുകളിൽ ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്കൊക്കെ അവിടെ വിശ്വസിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ 150 കുടുംബങ്ങൾക്ക് മാറ്റി പാർപ്പിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്താമെന്നൊക്കെ ജില്ലാ ഭരണകൂടം പറഞ്ഞിരുന്നു. അതിലൊന്നും ഒരു വ്യക്തത ഇപ്പോൾ വന്നിട്ടുണ്ടോ? മാറ്റി പാർപ്പിക്കാനുള്ള ഏർപ്പെടെല്ലാം നമ്മുടെ സ്കൂളുകളിൽ മാർത്തോമ സ്കൂളുണ്ട്, ചട്ടഞ്ചാൽ സ്കൂൾ, അതെല്ലാം ചെയ്തിരുന്നു. മുകളിനേക്കാളും ദുരിതം ഇപ്പോൾ താഴെയാണ്. കുടിക്കാൻ വെള്ളമില്ല. ഇവിടുത്തെ മണ്ണെല്ലാം ഒലിച്ചു പോയി അവിടുത്തെ പാടങ്ങളൊക്കെ നേർന്നു. അവിടുത്തെ കിണറുകൾ, കുടിവെള്ള സ്രോതസ്സൊക്കെ ഇപ്പോൾ നേർന്നിരിക്കുകയാണ്. അവർ കുടിക്കാൻ പോലും വെള്ളമില്ല. മുകളിലിപ്പോൾ നമുക്ക് മാറ്റി പാർപ്പിക്കാം, താഴെയുള്ളവരെയും മാറ്റി പാർപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡ് ഭിത്തി ചെർക്കള മുതൽ ബേവിഞ്ച വരെ 2 സൈഡ് ഭിത്തി നിർമ്മിച്ചില്ലെങ്കിൽ ഇത് ഇനി ഇടിയും. ഇതിപ്പോൾ താൽക്കാലികമായി ഈ സോയിൽ ലൈനിങ് മാത്രമാണ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ഫലമില്ല എന്നാണ് പറയുന്നത്. അതിനെ നേരത്തെ പറഞ്ഞത് ഇത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന കാര്യമാണ് ഇപ്പോൾ കേരളത്തിൽ ചെയ്തിരിക്കുന്നത്. സോയിൽ നൈലിംഗ് ഇവിടെ ശാശ്വതമല്ല, ഇവിടെ സൈഡ് ഭിത്തി തന്നെയാണ്. നമുക്കെല്ലാം അറിയാലോ, ഇത് ഇത്രയും ദൂഷ്യം നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞാൽ തൊട്ടപ്പുറം ചെർക്കള മുതൽ തലപ്പാടി വരെയുള്ള റീച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര സുന്ദരമായ റോഡാണ് കേരളത്തിനകത്തെ ഊരാളിങ്കൽ സൊസൈറ്റിയാണ് പ്രവൃത്തി ഏറ്റെടുത്തത്. അത് പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുന്നു. അതിനിപ്പുറം വരുമ്പോഴാണ് ഇതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മെഗാ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നാട്ടുകാരോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണിത്. മെഗാ കമ്പനി ഇനിയിപ്പോൾ നമ്മൾ ആര് പറഞ്ഞാലും കേൾക്കാത്ത രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കളക്ടർ പറഞ്ഞാലും കേൾക്കുന്നില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. അവർ പറഞ്ഞാൽ പോലും കേൾക്കാത്ത രീതിയിലേക്ക് മെഗാ കമ്പനി മാറിക്കൊണ്ടിരിക്കുന്നു. അനുജ, ഈ മെഗാ കമ്പനിയെക്കുറിച്ച് ഒട്ടനവധി പരാതികൾ ഇപ്പോൾ തന്നെ ഈ കാസർഗോഡ് ജില്ലയിൽ പലയിടങ്ങളിലും വന്നിട്ടുണ്ട്. ഒന്ന്, ഈ പെരിയ ഭാഗത്തൊക്കെ മെഗാ കമ്പനിയുടെ അവരുടെ ഒരു പ്ലാന്റ് രൂപീകരിച്ചിട്ടുണ്ട്, ആ മിക്സിംഗ് പ്ലാന്റൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. ആ പ്രദേശത്തെ ഈ ജലമൊക്കെ മലിനമാവുന്നു എന്ന പരാതി നേരത്തെ വന്നിരുന്നു. അതുപോലെ തന്നെ ഈ NH കടന്നു പോകുന്ന ഒരു പ്രദേശത്ത് തന്നെ വലിയ രീതിയിൽ അവർ മണ്ണെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 2 ഏക്കറിലധികം സ്ഥലത്ത് ഇങ്ങനെ മണ്ണെടുത്ത് വലിയ കുളം കുഴിക്കുന്നൊരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഒരനുമതിയുമില്ലാതെ, അതായത് ജിയോളജി വകുപ്പിൻ്റെയോ ജില്ലാ ഭരണകൂടത്തിൻ്റെയോ അനുമതിയില്ലാതെയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ഈ മെഗാ കമ്പനി നടത്തുന്നത് നേരത്തെ തന്നെ ആരോപണം വന്നതാണ്. ഇപ്പോഴിതാ ഈ മണ്ണ് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സമയത്ത് പോലും നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണിച്ചത് അല്പസമയം മുൻപുണ്ടായ ഒരു ദൃശ്യമാണ്, ഒരു സംഭവമാണ്. ഇപ്പോൾ ഇതാ ഞാൻ നിൽക്കുന്ന സമയത്ത് പോലും പലയിടങ്ങളിലും മണ്ണിങ്ങനെ താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും അപകട ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, 150ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ആ ജനങ്ങളുടെ ഭീതിയാണ്, ആ ജനങ്ങളുടെ ആശങ്കയാണ്, അതിനാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത്. പക്ഷേ ആരും തന്നെ ഇങ്ങോട്ട് വരുന്നില്ല എന്നതാണ്. നേരത്തെ കളക്ടർ വന്നിരുന്നു, ആ സമയത്ത് നേരിയ തോതിലുള്ളൊരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. കളക്ടർ ഈ ഭാഗത്തെ ഗതാഗതം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയി. പക്ഷേ ഇവരെ എങ്ങോട്ട് മാറ്റിപ്പാർപ്പിക്കണം എന്ന കാര്യത്തിലൊക്കെ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നു. എന്തായാലും അതിലൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം. മാത്രമല്ല, ഈ സോയിൽ ലൈനിങ് കൊണ്ട് ഈ ഇത്തരത്തിലുള്ള കുന്നൊന്നും അത് തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അനുജ,
അതാണിപ്പോൾ കാണുന്ന ദൃശ്യം. അല്പസമയം മുൻപ് സംഭവിച്ചതാണ്. മണ്ണിടിച്ചിലുണ്ടായതാണ്. ബേവിഞ്ചയിൽ ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങളാണ്. അത് എത്രത്തോളം സുരക്ഷിതമല്ലാത്ത ഇടമാണ് എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണത്. ആ മേഖലയിലൊക്കെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്, ഒട്ടേറെ കുടുംബങ്ങളുണ്ട്. കൂടാതെ ഇപ്പോൾ വാഹന ഗതാഗതം അവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ വാഹനങ്ങളൊക്കെ അതിന് സമീപത്ത് കൂടി പോകുന്നത് ഈ ദൃശ്യത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോയിൽ നെയിലിംഗ് പരിഹാരമല്ലാതെ ഈ രീതിയിലല്ല വേണ്ടത് എന്ന് പറയുന്നു. കൂടാതെ ഡ്രെയിനേജ് സംവിധാനം അത് ശരിയായി ഒരുക്കിയിട്ടില്ല എന്ന് ഒട്ടേറെ ആരോപണങ്ങൾ ആ തരത്തിലേക്ക് മേഘ കൺസ്ട്രക്ഷൻസിനെതിരെ നിലവിലുണ്ട്. ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. കളക്ടർ നേരത്തെ സ്ഥലത്തെത്തിയിരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് എന്ത് പരിഹാരം, ഈ കുടുംബങ്ങളുടെ ആശങ്കയ്ക്ക് എന്ത് പരിഹാരം എന്നൊക്കെയുള്ളത് ഇപ്പോഴും ചോദ്യമായി തന്നെ അവശേഷിച്ചിരിക്കുകയാണ്. NH-66 മണ്ണിടിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങൾ, ബേവിഞ്ചയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അതിനിടെ അരുൺ, മറ്റൊരു വാർത്ത കൂടിയുള്ളത് നേരത്തെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 8 വയസ്സുകാരൻ്റെ മൃതദേഹം കണ്ടെത്തി എന്നതാണല്ലോ. പുത്തികെ കൊക്കച്ചാലിലാണ് ഈ 8 വയസ്സുകാരനെ കാണാതായത്. സുൽത്താൻ എന്ന കുട്ടിയാണ് ഇപ്പോൾ മരണമടഞ്ഞു എന്ന വാർത്ത വരുന്നത്. അതിൻ്റെ കൂടി വിശദാംശങ്ങൾ പറയും. അനുജ, ഉച്ചയോടുകൂടിയാണ് ഈ കുട്ടി കുളിക്കുന്നതിന് വേണ്ടി തോട്ടിലേക്ക് പോയത്. അത് ബന്ദിയോട് കൊക്കച്ചാൽ എന്ന് പറയുന്ന പ്രദേശമാണ്. 8 വയസ്സുള്ള കുട്ടിയായിരുന്നു. ഈ സാദത്തിൻ്റെ മകൻ സുൽത്താനാണ് ആ സമയത്ത് ഒഴുക്കിൽപ്പെട്ടത്. അതായത് സമീപത്തെ തോട്ടിലേക്ക് കുട്ടി കാൽ തെന്നി വീഴുകയായിരുന്നു. ആ സമയത്ത് തന്നെ നാട്ടുകാരും അതുപോലെ വീട്ടുകാരുമൊക്കെ തെരച്ചിൽ നടത്തി. പക്ഷേ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഉപ്പളയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി 2 മണിക്കൂറിലധികം തെരച്ചിൽ നടത്തി. അങ്ങനെ 3 മണിക്കൂറാണ് ഈ കുട്ടി ആ തോട്ടിൽ കിടന്നത്. ഒടുവിൽ മൃതദേഹം ലഭിച്ചു. ആദ്യഘട്ടത്തിൽ ശ്വാസമുണ്ടെന്ന ഒരു വിവരം ലഭിച്ചിരുന്നു. പക്ഷേ ദുഃഖകരമായ വാർത്ത, കുട്ടി മരണപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ മൃതദേഹം അവിടെ തന്നെയുള്ള ബന്ദിയോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അനുജ, ശരി. പുത്തികെ കൊക്കച്ചാലിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 8 വയസ്സുകാരൻ്റെ മൃതദേഹം കണ്ടെത്തി. സാദത്തിന്റെ മകൻ സുൽത്താനാണ് മരണമടഞ്ഞത്. കണ്ണൂർ ബാവലിപ്പുഴയിൽ കുട്ടിയൂർ തീർത്ഥാടനത്തെത്തിയ 2 പേരെ കാണാതായി. കോഴിക്കോട് അത്തോളി സ്വദേശി നിഷാദ്, കാഞ്ഞങ്ങാട് സ്വദേശി അഭിജിത്ത് എന്നിവരെയാണ് കാണാതായത്. അരുൺ പൂപ്പറമ്പ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, എന്തൊക്കെയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അനുജ, വളരെ ദാരുണമായ സംഭവമാണ് കൊട്ടിയൂരിൽ ഉണ്ടായത്. അവിടെ തീർത്ഥാടനത്തിലെത്തിയ 2 യുവാക്കളെയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ആദ്യഘട്ടത്തിൽ ഇത് പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ഒന്നും ആദ്യഘട്ടത്തിൽ അറിഞ്ഞിരുന്നില്ല. ഇവർക്കൊപ്പം വന്നവർ നൽകിയ പരാതിയെ തുടർന്നാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പോലീസിനും ഫയർഫോഴ്സിനും ലഭിച്ചത്. ഇതിൽ കാഞ്ഞങ്ങാട് സ്വദേശിയായിട്ടുള്ള അഭിജിത്ത് അവർ കാഞ്ഞങ്ങാടുള്ള 21 അംഗ സംഘത്തിനൊപ്പം വന്നതാണ്. അവിടെ ബാവലിപ്പുഴയിൽ കുളിക്കാൻ ഇറങ്ങി. അതിനുശേഷം കരയിലേക്ക് ഇവർ സുഹൃത്തുക്കൾ എത്തി. പക്ഷേ അഭിജിത്ത് മാത്രം കരയിലേക്ക് എത്തിയില്ല. അതിനുശേഷമാണ് അവർ ഇത് സംബന്ധിച്ച് അഭിജിത്തിനെ കാണാനില്ല എന്നൊരു പരാതി പോലീസിൽ നൽകിയത്. തുടർന്ന് പുഴയിൽ തന്നെ ഒഴുക്കിൽപ്പെട്ടതാവാം എന്നൊരു നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു. അത്തോളി സ്വദേശി, കോഴിക്കോട് അത്തോളി സ്വദേശിയായിട്ടുള്ള നിഷാദ് ഭാര്യയ്ക്കൊപ്പമാണ് ഉത്സവത്തിനെത്തിയത്. ഭാര്യ പറയുന്നതനുസരിച്ച്, പോലീസിന് നൽകിയിട്ടുള്ള പരാതിയിൽ അനുസരിച്ച് ആ പുഴയിൽ ഇറങ്ങി. പിന്നീടാണ് കാണാതെ. പുഴയിൽ ഇറങ്ങിയതിന് ശേഷം പിന്നീട് ഭർത്താവിനെ കണ്ടിട്ടില്ല എന്നതാണ് പറയുന്നത്. ഇവർ 2 പേർക്കും വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഫയർഫോഴ്സ്, മുങ്ങൽ വിദഗ്ധരൊക്കെ തെരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ വലിയ അടിയൊഴുക്ക്, അതോടൊപ്പം തന്നെ ജലനിരപ്പൊക്കെ ഇതിന് ഈ രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായി നിൽക്കുകയാണ്. ശരി, ബാവലിപ്പുഴയിലാണ് 2 പേരെ കാണാതായത്. അവർക്കായി തെരച്ചിൽ പുരോഗമിക്കുകയാണ്. എറണാകുളം ചെല്ലാനത്ത് കടലാക്രമണം ഇന്നും രൂക്ഷമാണ്. കണ്ണമാലി ഭാഗത്ത് നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി. ഞങ്ങൾ ഒരു കുടുംബം എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? കിടന്നുറങ്ങണ്ടേ രാത്രി? ഒന്നും ഉറങ്ങണമല്ല ഞങ്ങൾക്കൊന്ന് ബാത്റൂമിൽ പോണേ, അത് കുളിക്കണ്ടേ. ഇന്നലെ കുളിച്ചിട്ടില്ല. ഉപ്പുവെള്ളത്തിന് പോയി ഉടുപ്പ് പോയി മാറിയിട്ട് കിടന്നുറങ്ങിയത്. അറിയാമോ? അത് ഞങ്ങളുടെ വ്യാതനാണ് ഈ പറയണത്. വേറെ ഒന്നുമല്ല പറയണത്. ഇന്നലെ ഉച്ചക്കും രാത്രിയൊക്കെ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. 10:30 മണിക്കാണ് അടിച്ചു തൂത്തിട്ടും ആ വെള്ളത്തിൽ ഫാൻ വിട്ട് ഉണക്കിയിട്ട് ആ വെള്ളത്തിൽ കിടന്നുറങ്ങിയത്. ഇന്ന് പ്രസിഡന്റ് വന്നാണ്. ഞാൻ പ്രസിഡന്റിനെ കടലിൽ കയറണമെന്നും പോലെ അങ്ങ് പറയണേണ്. ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്തതാ, ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തത്, ഞങ്ങൾ ആകെ വെള്ളത്തിലാണെന്ന് പറഞ്ഞിട്ട് ഇന്നും പ്രസിഡന്റ് വന്ന് പോയി. ഇത് കടലിൽ കയറണമെന്നും പോലെ ഇത്തിരി മണ്ണുണ്ടെങ്കിൽ GA2 ഒക്കെ വെക്കാൻ പറ്റുള്ളൂ. ഇതൊന്നുമില്ല. ഇപ്പൊ ഇനി എന്ത് ചെയ്യും ഞങ്ങൾ? ചെല്ലാനത്ത് നിന്ന് തത്സമയ വിവരങ്ങളുമായി സൂര്യശ്രീ ഉണ്ട്. സൂര്യശ്രീ, നമ്മൾ എല്ലാ വർഷവും കാണുന്ന കാഴ്ചകളാണ്. ഇവിടെ ജിയോ ബാഗ് സംവിധാനമൊന്നും ഇല്ലാത്ത മേഖലയാണോ? ഇവരുടെയൊക്കെ അവസ്ഥ അങ്ങേയറ്റം ദുരിതമയമാണോ എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്.
തീർച്ചയായും അനുജ, എറണാകുളം ജില്ലയിലെ ചെല്ലാനത്തെ കണ്ണമാലി അതുപോലെ തന്നെ ചെറിയ കടവ് പ്രദേശങ്ങളാണ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇത്തരത്തിൽ വലിയ രീതിയിലൊരു കടൽ കയറ്റം രൂക്ഷമായിരിക്കുന്നത്. രാവിലെ 10 മണി മുതലാണ് ഇത്തരത്തിൽ കടൽ അടിച്ചു കയറി നിരവധി വീടുകളിലേക്കൊക്കെ കയറിയിരിക്കുന്നത്. പ്രദേശത്തെ 100ഓളം വീടുകളിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വെള്ളം കയറിയിരിക്കുന്നത്. നിരവധി വീടുകളിലേക്കൊക്കെ തന്നെ കടൽ മണ്ണും ചെളിയും എല്ലാം അടിഞ്ഞ് അവർക്ക് വാസയോഗ്യം പോലും അല്ലാത്ത അവസ്ഥയിലാണുള്ളത്. നമ്മൾ പ്രദേശത്ത് ചെന്നപ്പോൾ തന്നെ അവർ അവരുടെ നിസ്സഹായ അവസ്ഥ നമ്മളോട് പങ്കുവച്ചതുമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറിയ കടവിലാണ്, ചെല്ലാനത്തെ ചെറിയ കടവിലാണ് നിൽക്കുന്നത്. കണ്ടമാലി മുതൽ ചെറിയ കടവ് ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കടലാക്രമണം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തീരപ്രദേശങ്ങളിലൊക്കെ തന്നെ ഉയർന്ന തിരമാലകൾ ഉണ്ടാവാനുള്ള സാധ്യതയും കടലാക്രമണം ഉണ്ടാവാനുള്ള സാധ്യതയും ഒക്കെ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നാൽ പോലും ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്ത് തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരം അല്ലെങ്കിൽ ഒരു അടിയന്തര പരിഹാരം ഉണ്ടാക്കാനുള്ള സംവിധാനമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കുട്ടികളും സ്ത്രീകളും അടക്കം തന്നെ ഇത്തരത്തിൽ വലിയ വെള്ളക്കെട്ടുകളിൽ വീടുകളിനുള്ളിൽ തന്നെ കഴിയുകയാണ്. പ്രാഥമിക കർമ്മങ്ങൾ പോലും നിർവഹിക്കാനാവാത്തൊരു സ്ഥിതിയാണുള്ളത്. ഇപ്പം നമ്മൾ കാണുന്നത് ചെറിയ കടവിലെ ഈ റോഡാണ്, മെയിൻ റോഡിൽ. ഇവിടെ ചെറിയ വാഹനങ്ങളൊക്കെ തന്നെ വഴിതിരിച്ചു വിടുകയാണ്. ഇവർക്ക് ദൈനംദിന കാര്യങ്ങൾ വരെ ഇത്തരത്തിൽ വെള്ളത്തിലൂടെ നിർവഹിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. 100 കണക്കിന് വീടുകളിലേക്കാണ് ഇത്തരത്തിൽ കടൽ വെള്ളം കയറി നശിച്ചിരിക്കുന്നത്. പുതിയ വീടുകളിലേക്കൊക്കെ തന്നെ ഉപ്പുവെള്ളം കയറി അതിന്റെ കോൺക്രീറ്റ് ഭിത്തികളിലൊക്കെ തന്നെ ഇളക്കം തട്ടിയ അവസ്ഥയുണ്ട്. കടൽ ഭിത്തി ഈ പ്രദേശത്ത് കണ്ണമാലി മുതൽ ചെറിയ കടവ് വരെയുള്ള പ്രദേശത്ത് ജിയോ ബാഗ് പോലും ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. നിലവിൽ ചെല്ലാനത്ത് മാത്രമാണ് കടൽ ആക്രമണം തടയാനുള്ള ടെട്രാ പാഡ് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ണമാലി മുതൽ ചെറിയ കടവ് വരെയുള്ള ഭാഗത്ത് യാതൊരു തരത്തിലുള്ള കടൽ ഭിത്തി ഒന്നും തന്നെ നിർമ്മിച്ചിട്ടില്ല. വർഷങ്ങൾക്ക് മുന്നേ സ്ഥാപിച്ച ജിയോ ബാഗുകൾ നിലവിൽ ഇപ്പോൾ കടലാക്രമണത്തിൽ ഒലിച്ചുപോയ അവസ്ഥയാണ്. ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളോട് കളക്ടർ അറിയിച്ചിരുന്നു അടിയന്തരമായി തന്നെ ഈ പ്രദേശങ്ങളൊക്കെ തന്നെ ജിയോ ബാഗുകൾ സ്ഥാപിക്കുമെന്ന്. പക്ഷെ അവിടെ ഇപ്പോൾ മണൽ നിറയ്ക്കാൻ പോലും അവസ്ഥയില്ല. കാരണം മണലെല്ലാം തന്നെ കടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ മണൽ പോലും നിറച്ച് അവിടെ സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത്. ഇവർക്കായി ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടോ? അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടുന്ന സാഹചര്യമാണ്. പക്ഷെ പലരും അവിടെ നിന്ന് മാറാൻ വിമുഖത കാണിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അക്കാര്യത്തിൽ എന്താണ് വിവരം? അനുജ, നമ്മൾ അവരോട് ക്യാമ്പുകളിലേക്ക് മാറുന്ന കാര്യം അന്വേഷിച്ചിരുന്നു. പക്ഷെ അവർ പറയുന്നത് ഇന്ന് രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പ്രദേശം സന്ദർശിച്ചാണ് കടലാക്രമണ ഭീഷണി മുന്നേ അറിയിച്ചതുമാണ്. പക്ഷേ ഇത്തരത്തിൽ ക്യാമ്പുകളിലേക്ക് മാറാനുള്ള ഒരു നിർദ്ദേശമോ ഒന്നും തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നില്ല. എന്നാൽ ചിലർ നമ്മളോട് പങ്കുവച്ചത് എല്ലാ വർഷവും ഇത്തരത്തിൽ ക്യാമ്പുകളിലേക്ക് മാറി, എന്നാൽ അവിടെ ഇത്തരത്തിലൊരു വലിയ സജ്ജീകരണം അവർക്ക് പാർപ്പിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവാറില്ല. പക്ഷേ വർഷാവർഷം ഇങ്ങനെ ക്യാമ്പുകളിലേക്ക് മാറി 2 ദിവസം ക്യാമ്പിൽ കഴിയും, പിന്നെ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വീട്ടിലെ സാധനങ്ങൾ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ഗൃഹോപകരണങ്ങളെല്ലാം ചെളി കയറി നശിച്ചൊരവസ്ഥയാണ്. ഇതിങ്ങനെ എല്ലാ കാലവർഷക്കെടുതിയിലും എല്ലാ വർഷവും ഇത് തന്നെ ഇങ്ങനെ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിനൊരു ശാശ്വത പരിഹാരം എന്നതാണ് വർഷങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ്. ഇപ്പോൾ കണ്ണമാലി, ചെല്ലാനം കണ്ണമാലിയിൽ നിന്നുള്ള വിവരങ്ങൾ അവിടുത്തെ എത്രത്തോളം ദുരിതത്തിലാണ് ജനങ്ങൾ കഴിയുന്നത് എന്നതാണ്. അവിടെ ജിയോ ബാഗ്, ടെട്രാപോഡ് സ്ഥാപിച്ചിട്ടില്ല. ചില മേഖലയിൽ മാത്രമാണ് അതുള്ളത്. ഇവിടെ വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച ജിയോ ബാഗാണുള്ളത്. അതെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. മണലെടുക്കാൻ പോലും മണലില്ലാത്ത അവസ്ഥ. അങ്ങനെ എന്താണ് പരിഹാരമെന്ന് ചോദിക്കുന്ന നാട്ടുകാരെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇനി കോഴിക്കോട് ബീച്ചിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു. കനത്ത മഴയും കാറ്റും തുടരുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷഹദ്, എന്താണ് ഏറ്റവും പുതിയ സാഹചര്യം? അനുജ, നമുക്കറിയാം കഴിഞ്ഞ 2 ദിവസമായി തുടർച്ചയായിട്ട് മഴ പെയ്യുകയാണ്. പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള കാറ്റാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ ഉള്ളത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഇത് സാധാരണ ഇവിടെ പെട്ടിക്കടകളൊക്കെ പ്രവർത്തിക്കുന്ന ഇടമാണ്. അവിടേക്കാണ് ഇത്തരത്തിൽ വേലിയാറ്റത്തെ തുടർന്ന് വലിയ രീതിയിൽ കടൽ വരികയും ഇവിടെ ഉണ്ടായിരുന്ന ഈ കടകൾക്ക്, അതായത് പെട്ടിക്കടകളുടെ മുകളിലേക്കൊക്കെ തന്നെ ഇത്തരത്തിൽ വെള്ളം എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന പെട്ടിക്കടകളെയൊക്കെ മാറ്റി സ്ഥാപിക്കാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള കടകളൊക്കെ തന്നെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കടലിലേക്ക് ആളുകൾക്ക് ഇറങ്ങുന്നതിനും കടപ്പുറത്തേക്ക് ആളുകൾക്ക് വരുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്, താൽക്കാലികമായിട്ടാണെങ്കിലും. കാരണം ഈ ബീച്ചിന്റെ തന്നെ മറ്റ് വാക്വേ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആളുകൾക്ക് നിൽക്കുന്നതിനോ പെരുമാറുന്നതിനോ കാഴ്ച കാണുന്നതിനോ കുഴപ്പമില്ല. പക്ഷേ അതേ സമയത്ത് കടപ്പുറത്തേക്ക് ആളുകൾ വരുന്നതിന് കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിശക്തമായിട്ടുള്ള കാറ്റും മഴയും തന്നെയാണ്. കാരണം ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും കഴിഞ്ഞ മണിക്കൂറുകളിൽ അതിശക്തമായിട്ടുള്ള കാറ്റും മഴയുമാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇവിടെ ഉണ്ടായിരുന്ന പെട്ടിക്കടകളിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ആളുകൾ എല്ലാവരും ചേർന്ന് ഇവിടുന്ന് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നത്. അതോടൊപ്പം തന്നെ ഇത്രയൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആളുകൾ യഥേഷ്ടം ഇവിടേക്ക് വരുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ച് അത്
അവർക്ക് തലവേദനയാകുന്നുമുണ്ട്. അതുകൊണ്ട് പോലീസിന്റെയും ചില സന്നദ്ധ സംഘടനകളുടെയും അതുപോലെ തന്നെ ഇവിടെയുള്ള ഗാർഡുമാരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ബീച്ചിലേക്ക് വരുന്ന ആളുകളെ ഇവിടെ നിന്നും ഒഴിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ബീച്ചിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിലും ആളുകൾ യഥേഷ്ടം വരികയും പല ഭാഗത്തുകൂടെ ആളുകൾ ഇത്തരത്തിൽ കടപ്പുറത്തേക്ക് അല്ലെങ്കിൽ കടലിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രേരണ അല്ലെങ്കിൽ കടലിലേക്ക് ഇറങ്ങാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിനെ ഇപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ, അതായത് പ്രത്യേകിച്ച് ഇവിടെയുള്ള പെട്ടിക്കടകൾ അതുപോലെ തന്നെ പോലീസ് മറ്റ് സന്നദ്ധ സംഘടനകളുടെ ഒക്കെ തന്നെ നേതൃത്വത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ചിലയിടങ്ങളിൽ ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഇത്തരത്തിൽ ഇവിടെ കച്ചവടം പാടില്ല എന്ന ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാരണം ഈ കച്ചവട സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചാൽ സ്വാഭാവികമായിട്ടും ആളുകൾ ഇവിടേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് അതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ മഴയ്ക്ക് ചെറിയ രീതിയിലുള്ള ശമനമുണ്ട്. കഴിഞ്ഞ മണിക്കൂറിൽ അതിശക്തമായിട്ടുള്ള മഴയും കാറ്റുമായിരുന്നു. ഇനിയുള്ള മണിക്കൂറിലും ശക്തമായിട്ടുള്ള കാറ്റും മഴയും പ്രതീക്ഷിക്കുന്നുണ്ട്. അനുജ, അതാണ് റെഡ് അലേർട്ടാണ് വടക്കൻ ജില്ലകളിൽ മുഴുവനും. കോഴിക്കോട് ബീച്ചിൽ നിന്ന് നിലവിൽ ആളുകളെ ഒഴിപ്പിക്കുകയാണ്. അവിടെയുള്ള പെട്ടിക്കടകൾ ഉൾപ്പെടെയുള്ളത് ഒഴിഞ്ഞ് പോകണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. കനത്ത കാറ്റും മഴയും. ഇപ്പോൾ ചെറുതായി അവിടെ ഒരു ആശ്വാസമുണ്ട്. പക്ഷേ വരും മണിക്കൂറുകളിലും മഴയുണ്ടാകും എന്നതിൻ്റെ സൂചനയുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു നിർദ്ദേശം. ഡോക്ടർ എ രാജഗോപാൽ കമ്മത്ത് തുടരുന്നുണ്ട്. ഡോക്ടർ കമ്മത്ത്, ഇപ്പോൾ ഈ വടക്കൻ കേരളത്തിൽ തുടർച്ചയായി റെഡ് അലേർട്ട്, ഇന്നലെയും റെഡ് അലേർട്ടാണ്, ഇന്നും റെഡ് അലേർട്ടാണ്. ഇത്രയും ജില്ലകളിൽ മാത്രം അതെങ്ങനെ തുടർച്ചയായി വരുന്നു എന്നുള്ളത് അതെന്തുകൊണ്ടായിരിക്കാം? അത് ഈ കാലഘട്ടത്തിൽ കാലവർഷത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ കാലവർഷ സമയത്ത് ഏറ്റവും കൂടുതൽ മഴ കേന്ദ്രീകരിക്കുന്നത് കോഴിക്കോട്, മലപ്പുറം മുതൽ അങ്ങോട്ടുള്ള പ്രദേശങ്ങളിലാണ്. അത് ചാക്രികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതേസമയം നോർത്ത് ഈസ്റ്റ് മൺസൂണിന്റെ സമയത്ത് നമുക്ക് മലമ്പ്രദേശങ്ങളിൽ ധാരാളമായിട്ട് മഴ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തീരപ്രദേശങ്ങളിലും ഇതുപോലെ മഴ കാര്യമായിട്ട് ലഭിക്കും. നമുക്കറിയാം ഈ കഴിഞ്ഞ സ്പെല്ല്, അതായത് ഈ മൺസൂൺ തുടങ്ങി എന്ന് പറയുന്നതിന് മുമ്പുള്ള സ്പെല്ല് കേരളത്തിലെ എമ്പാടും വ്യാപിച്ചിരുന്നല്ലോ. കേരളം എമ്പാടും നല്ല മഴ ലഭിച്ചിരുന്നു. അപ്പൊ ഈ യഥാർത്ഥ ഒരു മൺസൂൺ തുടക്കത്തിൽ അല്ലെങ്കിൽ ഈ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആ ഭാഗത്താണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതെങ്കിലും ഈ കഴിഞ്ഞ കേരളം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ്. 550 കിലോമീറ്റർ നീളവും മലമ്പ്രദേശത്തേക്ക് വെറും 100 കിലോമീറ്റർ മാത്രമുള്ള, മാക്സിമം 100 കിലോമീറ്റർ മാത്രമുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രദേശമാണ്. ഇപ്പുറത്ത് കടലും ധാരാളം വാട്ടർ ബോഡീസും, അപ്പുറത്ത് മലമ്പ്രദേശവും. ആഗോള വ്യാപകമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് വളരെ സെൻസിറ്റീവാണ് കേരളം. എന്തെങ്കിലും ചെറിയൊരു മാറ്റം പോലും ഈ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കിടക്കുന്ന കേരളത്തിൽ അത് പ്രതിഫലിക്കും. അങ്ങോട്ടേക്ക് ആ ഒരു കുറച്ചുകൂടി സദേൺ ടിപ്പിലേക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷേ അഗസ്ത്യ മലകൾ മുതൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കാസർഗോഡ് ആ മേഖലകളിലേക്ക് വരെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണാം. ഞാനിപ്പോൾ പറഞ്ഞു, സൂര്യന്റെ കാര്യം നേരത്തെ പറഞ്ഞു. ആ മാറ്റം എത്ര പെട്ടെന്നാണ് കേരളത്തെ ബാധിച്ചത്, എത്ര തീവ്രമായിട്ടാണ് നമ്മളെ ബാധിച്ചത്. അതുപോലെ മഴ, ഈ പ്രളയമുണ്ടായ സമയത്ത് എത്ര ആഘാതമാണ് അതുണ്ടാക്കിയത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ മാസം ഉണ്ടായ മഴ, മെയ്യിലെ മഴ നോക്കിക്കോളൂ, എത്ര ആഘാതമാണ് കേരളത്തിൽ വരുത്തി വെച്ചത്. ഒരു കാര്യം പറയട്ടെ, ഇപ്പം 300 മില്ലിമീറ്റർ മഴ മാത്രമേ നമുക്കിപ്പോൾ ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ. ഇനി കിടക്കുകയാണ്. കാരണം 2000 മില്ലിമീറ്റർ മഴയാണ് ഒരു കാലവർഷ സമയത്ത് കേരളത്തിൽ ലഭിക്കേണ്ടത്, സെപ്റ്റംബർ 30 വരെ. അതിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ജൂലൈയിലും ഓഗസ്റ്റിലും. അതിലിപ്പോൾ ഈ ഡോക്ടർ കമ്മത്ത്, കാര്യം കാലവർഷം നേരത്തെ തുടങ്ങി, ജൂണിന് മുൻപ് തന്നെ തുടങ്ങിയെങ്കിൽ പോലും ഈ കണക്ക്, നമ്മൾ മഴയുടെ കണക്ക് രേഖപ്പെടുത്തുമ്പോൾ അത് ജൂൺ 1 മുതൽ എത്ര മഴ പെയ്തു എന്നുള്ളതാണല്ലോ കാലവർഷത്തിന് കണക്കിൽപ്പെടുത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിപ്പോ കുറവ് മഴ എന്ന തരത്തിലേക്കാണ് നിലവിലെ ഒരു സാഹചര്യം, അല്ലേ? അതെ അതെ. പക്ഷെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്പം കുറവ് നമ്മളിപ്പോൾ രേഖപ്പെടുത്തി അങ്ങനെ ഒരു മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജൂലൈ 1 മുതൽ ഈ ഓഗസ്റ്റ് 15 ആ കാലയളവ് വരെ എത്ര മഴ പെയ്യുന്നതാണ്. ആ സമയത്ത് നമുക്കൊരു 1200 1300 മില്ലിമീറ്റർ മഴ ലഭിച്ചു കഴിഞ്ഞാൽ, അതിനൊരു ഗ്യാപ്പ് ഉണ്ടായിട്ട് കഴിഞ്ഞ വർഷത്തെ പോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ കാറ്റ് കുറവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, വളരെയധികം സൂക്ഷിക്കണം. ഇപ്പൊ നമ്മൾ കണ്ടതൊക്കെ ഒരു ആമുഖം മാത്രമേ ഉള്ളൂ. ഈ മണ്ണിടിച്ചിലും ഈ കടൽക്ഷോഭമൊക്കെ ഒരു ആമുഖം മാത്രമായിട്ടേ കാണാവൂ. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇനി വരാനിരിക്കുന്നതാണ്. ഈ 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ ആശങ്കയോടെ നോക്കുന്നത്. കാരണം ഏത് രീതിയിലായിരിക്കും മഴ മാറുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഒരിക്കലും ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു നേരത്തെ തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. 2 ആഴ്ച കഴിഞ്ഞ് എങ്ങനെ ഇരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം ഏത് മേഖലകളിലാണ് ഇത് കേന്ദ്രീകരിക്കാൻ പോകുന്നത്. ഇപ്പൊ ഈ ഒരു മഴ, അതിലൊരു ചെറിയൊരു ഇടവേള ഉണ്ടായിരുന്നല്ലോ മെയ്യിൽ. ജൂണിന് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ആ മഴ അവസാനിച്ചു. പിന്നെ രണ്ടാം ഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആ മഴയാണ് ഇനിയിപ്പോ ബുധൻ വരെ എന്ന് പറയുന്നത്, അല്ലേ? ബുധനാഴ്ച വരെ ഈ തരത്തിലേക്ക്
14ഉം 15ഉമാണ് പ്രധാനപ്പെട്ട തീവ്രമായ മഴ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇന്ന് കുറഞ്ഞു മഴ. ഇന്ന് പല മേഖലകളിലും മഴ കുറഞ്ഞിട്ടുണ്ട്. നാളെ ആകുമ്പോൾ കുറച്ചുകൂടെ കുറയും. അങ്ങനെ കുറയും, നല്ലപോലെ കുറയും. മലമ്പ്രദേശങ്ങളിൽ നല്ല കുറവ് മഴയാണ് ഇനി ലഭിക്കാൻ പോവുക. തെക്കൻ പ്രദേശങ്ങളിൽ നല്ലപോലെ മഴ കുറയും. പക്ഷേ കാസർഗോഡും കോഴിക്കോടും ഒക്കെ ഇപ്പോൾ ലഭിച്ചതിന്റെ പകുതി മഴ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും. പിന്നെ 22, 23 കഴിയുമ്പം വർദ്ധിച്ചു വരും. ഈ തെക്കൻ ജില്ലകളിലും അല്പാൽപമായിട്ട് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ സമയത്ത് ഒരു ഭാഗ്യം നമുക്കുള്ളത് തുടർച്ചയായിട്ട് പെയ്യുന്നു എന്നുള്ളതാണ്. ഗ്യാപ്പില്ല, അങ്ങനെ വലിയൊരു ഗ്യാപ്പ് വരുന്നില്ല. ഇപ്പൊ 2 ആഴ്ച ഗ്യാപ്പ് കഴിഞ്ഞ് വരുന്നതാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കാറ്റില്ല എന്നുണ്ടെങ്കിൽ തീരദേശത്ത് ശ്രദ്ധിക്കണം, കാറ്റുണ്ടെന്നുണ്ടെങ്കിൽ മലമ്പ്രദേശത്ത് ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു നിരീക്ഷണ സംവിധാനവും അനുമാനവുമാണ് കേരളത്തിന് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ജീവിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ മണ്ണിടിച്ചിലുണ്ടാകുന്ന മേഖലകളിലുള്ളവരും മലമ്പ്രദേശത്ത് വൾണറബിൾ ആയിട്ടുള്ള സ്ഥലത്ത് താമസിക്കുന്നവരും ഇത്തരത്തിലുള്ള ഗ്യാപ്പും പിന്നീടുണ്ടാകുന്ന മഴവരവും ശ്രദ്ധിക്കണം. അതുപോലെ അതോറിറ്റീസും അത് ശ്രദ്ധിക്കണം. ഇത് തുടർച്ചയായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അതോറിറ്റീസും ഇത്തരത്തിലുള്ള വിവരങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് വേണം പ്രവചനങ്ങൾ നടത്താനും തുടർച്ചയായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്താനും. ഈ 4 മാസത്തേക്ക് തുടർച്ചയായിട്ടുള്ള നിരീക്ഷണങ്ങൾ 24/7 നിരീക്ഷണം തീർച്ചയായിട്ടും കേരളത്തിൽ വേണ്ടതുണ്ട്. എസ്പെഷ്യലി ഈ മാസം അവസാനം മുതൽ ഓഗസ്റ്റ് 15 വരെയുള്ള ദിവസങ്ങളിൽ. അങ്ങനെയെങ്കിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനാകുകയും ആഘാതം പരമാവധി കുറയ്ക്കാനാകുകയും ചെയ്യും. മഴ തീർച്ചയായിട്ടും ഉണ്ടാകും, മഴ പെയ്യും. നല്ല ശക്തമായ മഴ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അപ്പോഴും ഡോക്ടർ കമ്മത്ത്, ഒരു സംശയം. ഇപ്പൊ ഈ മേഘവിസ്ഫോടനം പോലെയുള്ള സംഭവങ്ങൾ അത് നമ്മൾ നേരത്തെ അറിയാൻ പറ്റുന്ന തരത്തിലാണോ? അത് ഇന്ന ഇടത്ത് ഉണ്ടാകുമെന്നൊക്കെയുള്ളത് നമുക്ക് നേരത്തെ പറയാൻ പറ്റുമോ? നമുക്ക് നിരീക്ഷണ സംവിധാനങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ മോഡലുകളുമുണ്ട്. പക്ഷെ പിന്നെ നമ്മൾ സ്വന്തമായിട്ട് നിരീക്ഷിക്കുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഒരു ഗ്യാപ്പ്, ഒരു 10 ദിവസത്തെ ഗ്യാപ്പ് മഴയിൽ വന്നു. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. സാധാരണയായിട്ട് കേരളത്തിൽ 2000 മില്ലിമീറ്റർ മഴ പെയ്യും. ജൂലൈയിൽ ഇത്രയും മില്ലിമീറ്റർ മഴ പെയ്യുന്നുണ്ട്. 15 ദിവസം വരെ നമുക്ക് കിട്ടിയില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഇത് കേന്ദ്രീകരിച്ച് അല്പം കാറ്റ് വർദ്ധിക്കുകയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് മഴയുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ മേഘഭാഗങ്ങൾ എവിടെയാണ് കൂടി നിൽക്കുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ധാരാളം ഉപഗ്രഹങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ ISROയുടെ മാത്രമല്ല, ധാരാളം ഉപഗ്രഹ നിരീക്ഷണ സംവിധാനങ്ങളുണ്ട്. ആ ഉപഗ്രഹ നിരീക്ഷണ സംവിധാനങ്ങളും മർദ്ദവും താപവും കാറ്റിന്റെ ഗതിയും പരിശോധിച്ചുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി അറിയാനായിട്ട് സാധിക്കും എവിടെയാണ് ഇതുണ്ടാകാൻ പോകുന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം കോഴിക്കോട് മലമ്പ്രദേശങ്ങളിലൂടെ അത് കടന്നു കയറി വയനാട് ആ ചൂരൽമല മുണ്ടക്കൈ ആ ഭാഗത്തുള്ള മലമ്പ്രദേശങ്ങളിലാണ് അതിശക്തമായ മഴ പെയ്തത്. അതിന് മുമ്പത്തെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് കൂട്ടിക്കലിൽ മഴ പെയ്തു. ഇതുപോലെ അതിശക്തമായ മഴയാണ് അവിടെ കുറഞ്ഞ സമയം കൊണ്ട് പെയ്തത്. അപ്പോ ഈ ഒരു നിരീക്ഷണം കേരളത്തിലേക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ നിരീക്ഷിക്കണം. അതാണ് ഇനി വരുന്ന കാലങ്ങളിൽ നമ്മൾ ഇതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട തരത്തിലേക്ക് പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ഒരു രീതി പോകുന്നത് എന്ന് തന്നെ ആയിരിക്കും അല്ലേ? എന്ത് ലോസാണ് ഉണ്ടാകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നമ്മൾ എത്ര ലോസാണ് കഴിഞ്ഞ കൊല്ലം മനുഷ്യന്റെ ജീവനും പോകുന്നു, ഇൻഫ്രാസ്ട്രക്ചറിന്റെ ലോസ് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പൊ നേരത്തെ നമുക്കൊരു മുൻകൂട്ടി ഒരു മുന്നറിയിപ്പ് കൊടുക്കാവുന്നുണ്ടെങ്കിൽ അത് ശക്തമായ മുന്നറിയിപ്പ് കൊടുക്കണം. ഇപ്പൊ നല്ല കാര്യമാണ്. ഇപ്പൊ സൈറൺ മുഴക്കുന്നു. അതുപോലെ തന്നെ മാധ്യമങ്ങളൊക്കെ നടത്തുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതീവ ശ്ലാഘനീയമാണ്. കാരണം ഇന്ന് രാവിലെ എന്നെ ഒരാൾ വിളിച്ചു ചോദിച്ചു, സാർ ഞാനൊരു വീട് കെട്ടുകയാണ്, 2ാമത്തെ നില വാർക്കാനായിട്ട് എന്നാണ് പറ്റുക, എപ്പോഴാണ് ഒരു അനുയോജ്യമായ, എപ്പോഴാണ് കുറച്ച് മഴ മാറി നിൽക്കുക. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു 50 ദിവസം കഴിയട്ടെ, ഒരു 50 ദിവസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു എൻ്റെ ഒരു എളിയ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു. അങ്ങനെ ധാരാളം അഭിപ്രായം വേണ്ടവരും ധാരാളം കേരളത്തിലുണ്ട്. അപ്പൊ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവർ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ നടത്തുന്ന പ്രവർത്തനം അതീവ ശ്ലാഘനീയമാണ്. അത് തുടർച്ചയായിട്ട് വേണം. നമുക്ക് ലോസ് ഒഴിവാക്കണം. ഇപ്പൊ നമുക്ക് മണ്ണിടിഞ്ഞ് വീഴുന്ന പോലുള്ളതൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് നേരത്തെ മുൻകൂട്ടി അവർ ശ്രദ്ധിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ആ കൺസ്ട്രക്ഷനൊക്കെ. ഇപ്പോൾ ഇപ്പം ഷിരൂരിലൊക്കെ ഉണ്ടായ പോലെയുള്ളത് നമുക്ക് ഒഴിവാക്കാമായിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. പക്ഷേ എന്ത് ചെയ്യാം, നമ്മുടെ രീതികൾ അങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പോ ചെയ്യേണ്ടത് ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. രാത്രികാല യാത്ര ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ രാത്രികാല യാത്ര ഒഴിവാക്കുക തന്നെ വേണം. മലമ്പ്രദേശങ്ങളിൽ രാത്രികാല യാത്ര, വിനോദയാത്ര. പക്ഷേ ഇപ്പോൾ ഈ മേഘവിസ്ഫോടനത്തിലേക്ക് വന്നാൽ അത് ഇപ്പൊ മലയോര മേഖലകളിൽ മാത്രമല്ല മേഘവിസ്ഫോടനം ഉണ്ടാകുന്നത് എന്നതുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതല്ലേ? ഇപ്പൊ കളമശ്ശേരിയിൽ ഈ തരത്തിലേക്ക് അതിതീവ്ര മഴ ഒരു കുറച്ച് സമയം കൊണ്ട് പെയ്യുന്ന ആ ഒരു പ്രതിഭാസം നമ്മൾ കണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു ഇത് എവിടെയും വേണമെങ്കിലും സംഭവിക്കാം അല്ലേ?
അതെന്താ കാരണം എന്ന് പറയട്ടെ. അതായത് എപ്പോഴും ഈ മഴ എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂറ്റിയാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ഒരു സ്ഥലമുണ്ട്, മലാപ്പറമ്പ് എന്നാണ് പേര്. അവിടെ എപ്പോഴും ഈ നീഡിൽ റെയിൻ പെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴും മഴ മാറിയിരിക്കുന്ന സമയത്തും ചെറിയൊരു നീഡിൽ റെയിൻ എന്ന് പറയും, ആ മഴ അവിടെ ഉണ്ടാവും. വൈത്തിരിയിലുള്ള പോലെ ചെറിയ മഴ അവിടെ ഉണ്ടാവും. കളമശ്ശേരിയിലെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുവെ എറണാകുളത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് കളമശ്ശേരി കാക്കനാട് ഏരിയ. അപ്പോൾ കടലിൽ നിന്ന് വരുന്ന ഈർപ്പം വഹിച്ചെത്തുന്ന ആ കാറ്റ് ഈ മുകളിലുള്ള മേഘങ്ങളിലേക്ക് ഒരു കണ്ടിന്യൂറ്റി സൃഷ്ടിക്കും. അങ്ങനെയാണ് അവിടെ വഞ്ചൂര് ആ മേഖലകളിലും അന്ന് മഴ പെയ്തിരുന്നല്ലോ. അന്ന് തീരദേശത്താണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. കാറ്റൊട്ടും ഇല്ലായിരുന്നു കഴിഞ്ഞ കൊല്ലം. കാറ്റ് വളരെ കുറവായിരുന്നു. ഇപ്രാവശ്യത്തിന്റെ 10% പോലും കാറ്റ് ആ സമയത്തില്ല. അപ്പൊ എന്താ സംഭവിക്കുക? ചെറിയ വ്യത്യാസം കൊണ്ട്, താപവ്യത്യാസം കൊണ്ട് എന്താ സംഭവിക്കുക? മേഘങ്ങളെല്ലാം കൂടി തൊട്ടടുത്ത ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ഉയർന്നു പോകും. അങ്ങനെയാണ് ആ കളമശ്ശേരിയും തൃശ്ശൂർ നഗരത്തിലുണ്ടായല്ലോ. തൃശ്ശൂർ നഗരത്തിൽ ആ സമയത്ത് ഈ രീതിയിലുള്ള മഴയുണ്ടായി. അപ്പൊ തീരദേശ പ്രദേശങ്ങളിൽ എവിടെ ഉയരമുണ്ടോ ആ പ്രദേശങ്ങളിലേക്ക് ഇത് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിശക്തമായ മഴ പെയ്യും. അതാണ് അതിന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത്. പക്ഷെ കാറ്റുണ്ടെങ്കിലോ ഈ മേഘഭാഗങ്ങളെല്ലാം കൂടെ പരന്ന് മലമ്പ്രദേശങ്ങളിലേക്ക് പോകും. മലമ്പ്രദേശങ്ങളിലേക്ക് അവിടെ തങ്ങിയെന്ന് ശക്തമായ മഴയ്ക്ക് കാരണമാകും. ഇപ്രാവശ്യം മഴ പെയ്തു. ഇടുക്കിയിലും കോട്ടയത്തും നോക്കിക്കോളൂ, വയനാടും നോക്കിക്കോളൂ. ഇടുക്കിയിലും കോട്ടയം, പത്തനംതിട്ട മേഖലകളിൽ ഇത്തവണ ഈ കാറ്റുകൊണ്ട് മേഘങ്ങളെല്ലാം അങ്ങോട്ട് പോയി നല്ല മഴ പെയ്തു ഇടുക്കിയിലും പത്തനംതിട്ടയിലേക്ക്. ഇപ്പൊ തൽക്കാലം ഇനി അടുത്തുള്ള 3-4 ദിവസത്തേക്ക് കാറ്റ് കുറവായിരിക്കും. അപ്പൊ തീരദേശത്ത് മഴ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇപ്പൊ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് തുടങ്ങിയ ഇടങ്ങളിൽ തീരദേശത്താണ് മഴ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ദയവായി ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ അതോറിറ്റീസ് നൽകുന്ന നിർദ്ദേശങ്ങൾ, അതായത് ഈ കടലിൽ പോകരുത്, അതുപോലെ തന്നെ കുളങ്ങളിൽ കുളിക്കാൻ പോകരുത്, പുഴകളിൽ നീന്തരുത്, ഈ സമയത്ത് അത് പാടില്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലാണ് പെട്ടെന്നാണ് ഇതൊക്കെ മാറുന്നത്. ഇപ്പൊ എത്രയോ ജീവനുകൾ ഇത്തരത്തിലുള്ള ഉല്ലാസത്തിനായിട്ട് ഈ ജലഭാഗങ്ങളിലൊക്കെ ഇറങ്ങിയവർ എത്രയോ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ശരിക്കും ദയവായി അങ്ങനെ ചെയ്യാതിരിക്കുക. നമുക്ക് അഡ്വഞ്ചറൊക്കെ നല്ലതാണ്, യുവാക്കൾക്കൊക്കെ അഡ്വഞ്ചറൊക്കെ താല്പര്യമുണ്ട്. പക്ഷെ ഈ സമയത്ത് അത് ചെയ്യാതിരിക്കുക. എത്രയോ സമയമുണ്ടല്ലോ, നമുക്ക് മഴ കഴിഞ്ഞ് എത്രയോ വേനൽക്കാലമുണ്ട്, അതിനു മുമ്പുള്ള സമയങ്ങളുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് അഡ്വഞ്ചറിന് പോകാം. ഈ സമയത്തൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ സമയത്ത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് ദൈനംദിനമായിട്ട് ഈ ഓരോ മണിക്കൂറിലും നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു ചെറിയ മാറ്റം പോലും നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാവരും കോൺഷ്യസ് ആകണം, അതായത് ബോധവാന്മാരാകണം. ചുറ്റുപാടും നടക്കുന്ന മാറ്റങ്ങൾക്ക് നമ്മൾ ബോധവാന്മാരാകണം. അങ്ങനെയെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇതിന്റെ ആഘാതം സ്വന്തമായിട്ടുണ്ടാകുന്ന ആഘാതങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതെ, വലിയ മാറ്റങ്ങൾക്ക് വിധേയമായുള്ളൊരു മഴക്കാലമാണ് നമുക്ക് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നത്. ഇപ്പോൾ തൃശ്ശൂർ പടിയൂരിൽ നിന്നൊരു വാർത്ത വരുന്നത്, കനത്ത മഴയിൽ 100-ലധികം വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്നു എന്നതാണ്. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച താത്കാലിക ബണ്ടിൽ വെള്ളം കെട്ടിനിന്നതാണ് വെള്ളം കയറാൻ ഇടയാക്കിയത്. പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെ തടഞ്ഞു വെച്ച് പ്രദേശവാസികൾ പ്രതിഷേധിക്കുകയും ചെയ്തു. സൂരജ് സജി വിശദാംശങ്ങളുമായി. സൂരജ്, കനത്ത മഴയുണ്ട്, കൂടാതെ ഒരു താൽക്കാലിക നിർമ്മാണം കൂടി അവിടെ നടത്തി. അതുകൂടി ഇത്ര വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ചു എന്നതാണോ? പ്രശ്നപരിഹാരമായോ? അനുജ, തൃശ്ശൂരിൽ കനത്ത മഴയാണ് പെയ്തത്. ഇതിനിടയിലാണ് ഈ പടിയൂരിൽ പാലം നിർമ്മാണത്തിനായി നിർമ്മിച്ച ബണ്ടിൽ വെള്ളം തങ്ങി നിന്ന് ഈ 100-ലധികം വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്ന വലിയ ദുരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഓരോ ദിവസം ചെല്ലുന്തോറും, അതായത് ഇപ്പോൾ ഒരാഴ്ച ഇവർക്ക് ഈ മേഖലയിൽ വെള്ളക്കെട്ടിന്റെ ശല്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എത്തിയപ്പോഴേക്കും സ്ഥിതി ആകെ മാറുന്നു. 1 അടിയോളം വെള്ളമാണ് ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ഇവരുടെ ഈ പ്രദേശത്ത് ഉയർന്നത്. ഇതോടുകൂടിയാണ് പലർക്കും വീട് വിട്ട് തന്നെ ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പലരും വീടുകളെയൊക്കെ ആശ്രയിച്ചാണ് ഇപ്പോൾ ഈ താമസം മാറ്റിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് വലിയ ദുരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇതോടുകൂടിയാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തടഞ്ഞു വെക്കുന്ന നടപടിയിലേക്ക് പോയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ദേശീയപാതയിലാണ്. കനത്ത മഴ പെയ്തതോടുകൂടി ഈ അടിപ്പാത നിർമ്മാണം നടക്കുന്ന മേഖലയിലെല്ലാം തന്നെ ഇതാ വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഈ അടിപ്പാത നിർമ്മാണമെല്ലാം ഈ മഴയെ തുടർന്ന് നിർത്തിവെച്ചു. റോഡുകളാകട്ടെ ഈ മഴയിൽ പൂർണ്ണമായും തകരുകയും ചെയ്തു. ഈ സർവീസ് റോഡുകളാണ്. ഈ സർവീസ് റോഡുകളിലെല്ലാം തന്നെ ഈ മഴയെ തുടർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടതോടുകൂടി മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കാണ്. ഇന്ന് പാലക്കാട് നിന്ന് കൊച്ചി വിമാനത്താവളത്തിലേക്ക് അടക്കം പോയ യാത്രക്കാരെ സംബന്ധിച്ച മണിക്കൂറുകൾ, അതായത് 3 മണിക്കൂറിലൊക്കെ അധികം ഗതാഗതക്കുരുക്കിൽ കിടക്കേണ്ടി വന്നു. പലർക്കും വിമാനം തന്നെ കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. നമ്മളിപ്പോൾ നിൽക്കുന്ന മുടിക്കോട് ദൃശ്യങ്ങളിൽ കാണാം എത്രമാത്രം ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നതെന്നുള്ളതാണ്. 2 ലൈനിൽ വരുന്ന വാഹനങ്ങൾ പിന്നീട് ഒരു സിംഗിൾ ലൈനിലേക്ക് മാറുന്നു. അങ്ങനെ തുടങ്ങി ഈ സർവീസ് റോഡുകൾ ചിട്ടപ്പെടുത്തുന്നതിലെല്ലാം തന്നെ ഉണ്ടായ ഒരു
അശാസ്ത്രീയത ഈ കനത്ത മഴ പെയ്തപ്പോൾ തിരിച്ചടിയാകുന്ന സാഹചര്യമാണുള്ളത്. അല്പസമയത്തിനകം റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം ഈ മേഖലയിൽ സ്ഥിതിഗതികൾ പരിശോധിക്കുന്നതിന് വേണ്ടി എത്തുന്നുമുണ്ട്. അനുജ, ശരി. തൃശൂർ പടിയൂരിലാണ് 100-ലധികം വീടുകളിൽ വെള്ളം കയറിയത്. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചൊരു താൽക്കാലിക ബണ്ടിൽ വെള്ളം കെട്ടിനിന്നത് ആണ് ഇത്ര വലിയ പ്രതിസന്ധിക്ക് കാരണമായത് എന്നതാണ്. ഒട്ടേറെ വീട്ടുകാരെ ഇത് ബാധിച്ചിട്ടുണ്ട്. പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെ തടഞ്ഞു വെച്ച് പ്രദേശവാസികളോട് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. നമ്മൾ അതിഥിയിലേക്ക് തിരികെ പോവുകയാണ്. ഡോക്ടർ എ രാജഗോപാൽ കമ്മത്ത്, ഇത്തവണ നമ്മൾ ഇപ്പോൾ ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ പെയ്ത മഴയിലും ഇപ്പോഴും കാറ്റിൽ മരം കടപുഴകി വീണ് ഉണ്ടാകുന്ന അപകടങ്ങൾ, അത് വലിയ അപകടങ്ങളാണ്. ഒട്ടേറെ വീടുകൾക്ക് മുകളിലേക്ക് അങ്ങനെയുള്ള നാശനഷ്ടം, പരുക്കുണ്ടാകുന്നു. അത് വലിയ അപകടം. നമുക്കത് എപ്പോഴും ഒരു ഭീതിയായി നിൽക്കും. അതുപോലെ മറ്റു കെട്ടിടങ്ങൾക്ക് മുകളിലേക്ക് ഇത് ഈ മരം വീഴുക എന്നുള്ളത് സാധാരണഗതിയിൽ ഇത്ര വലിയ കാറ്റ് വരുമ്പോൾ സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ചില കാര്യങ്ങളൊക്കെ എപ്പോഴും മഴയ്ക്ക് മുൻപ് ചെയ്യാറുള്ളത്, ചില ചില്ലകൾ, അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന ചില്ലകൾ വെട്ടിമാറ്റുക, അല്ലെങ്കിൽ അത്രയും അപകടകരമായ അവസ്ഥയിലുള്ള മരങ്ങൾ തന്നെ വേണമെങ്കിൽ അത് എന്താണ് അതിനെ മാറ്റി വേറെ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അത് മുറിച്ച് മാറ്റേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഇവിടെ പക്ഷേ നമ്മളുടെ കയ്യിൽ നിൽക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിലുണ്ടോ? ഇപ്പോൾ റെയിൽ പാളങ്ങളിലേക്ക് മരങ്ങൾ കടപുഴകി വീണ് ട്രെയിൻ ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ പോവുകയാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പൊതുവെ നമുക്ക് ഒഴിവാക്കാനാകത്തില്ല. ഇത് സർവ്വസാധാരണമായിട്ട് സംഭവിക്കുന്നതാണ്. നമ്മളിനി എത്ര സൂക്ഷിച്ചാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാകും. കാരണം അതൊക്കെ വികസനത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ. അത് തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കാറ്റ് കൂടുന്ന തീർച്ചയായിട്ടും ഈ ലോലമായിട്ടുള്ള കെട്ടിടങ്ങളുടെ മുകളിൽ വെച്ചിരിക്കുന്ന ഷീറ്റ്, അതുപോലെ തന്നെ അശാസ്ത്രീയമായിട്ട് വെച്ചിരിക്കുന്ന പരസ്യ ബോർഡുകൾ, ഇതൊക്കെ നിലനിൽക്കുന്നതല്ല. ഈ പരസ്യ ബോർഡുകളൊക്കെ വലിയ ആഘാതം ഉണ്ടാക്കുന്ന, ജീവഹാനി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ബോംബെയിലൊക്കെ ഇതുപോലെ ഇത് വീണ് 3-4 പേര് മരിച്ചുപോയ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ പരസ്യ ബോർഡുകൾ, അതൊക്കെ നമ്മൾ അധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവിടുത്തെ ലോക്കലായിട്ടുള്ള അവിടുത്തെ അതോറിറ്റീസ് അത് ശ്രദ്ധിക്കണം. ഇതിന് അനുമതി കൊടുക്കുമ്പോൾ ജസ്റ്റ് കാഷ്വലായിട്ട് അനുമതി കൊടുത്താൽ പോരാ, അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മഴക്കാലത്തിന് മുമ്പ് ഈ കുഴപ്പം പിടിച്ചു നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങളൊക്കെ ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇത്തവണ അത് ഇച്ചിരി കുറവായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ചുറ്റുപാടുകളിൽ എനിക്ക് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പൊതുവേ സാധാരണ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്ന് ഇത് ചെയ്യുന്നത് കാണാറുണ്ട്. പക്ഷെ ഇത്തവണ ഈ ചില്ലകൾ വീഴുക എന്നുള്ളതിനപ്പുറത്തേക്ക് മരം അപ്പാടെ കടപുഴകി വീഴുന്നതാണ്. പലപ്പോഴും റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇപ്പം ഇന്നലെയും കോട്ടയത്ത് നിന്നും കണ്ടത് അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ്. ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം വീഴുകയാണ്. ഇങ്ങനെ കെട്ടിടത്തിന് മുകളിലേക്ക് മരം മറിയുന്നു. അത് വീടാകട്ടെ, സ്കൂൾ കെട്ടിടമാകട്ടെ, ആ തരത്തിലേക്ക് നമ്മളത് എന്താണ് അവിടെയൊക്കെ ഒരു പ്രതിവിധി എന്നൊരു ചോദ്യമുണ്ടല്ലോ ഡോക്ടർ കമ്മത്ത്. നമ്മളെപ്പോഴും ഈ സർക്കാരിനെ നേരെ വിരൽ ചൂണ്ടുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കോൺഷ്യസ് ആകണം. നമ്മുടെ ചുറ്റുപാടും എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു നമ്മൾ കോൺഷ്യസ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള ഒരു മേഖലയിൽ താമസിക്കുകയാണ്. തൊട്ടടുത്തൊരു റോഡിന് പണിക്ക് വേണ്ടി ധാരാളം മണ്ണെടുത്തു. അങ്ങനെയെങ്കിൽ അതൊരു വൾണറബിൾ ആണെന്ന് നമ്മൾ ബോധ്യം വരണം. അതുപോലെ ഒരു മരം നിൽക്കുകയാണ്, മരം അപകടകരമായ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അത് കൈകാര്യം ചെയ്യണം. ഇപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും വെട്ടിക്കളയേണ്ട ആവശ്യമില്ല. പക്ഷെ എത്രത്തോളം ആഘാതം ഉണ്ടാവും നമ്മൾ മുൻകൂട്ടി കാണണം. എത്രയോ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു മരം അവിടെ രീതിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ നമുക്കുണ്ട്. അപ്പൊ അത് അവർക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവരോട് ഒരു ഉപദേശം ചോദിക്കുക. എങ്ങനെയായിരിക്കും ഈ മരം വളരെ പഴക്കം ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഒഴിവാക്കാനും നോക്കണം. ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ പുതിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കും. ഇത്തരം അപകടം ശരിക്കും മനുഷ്യന്റെ ജീവനാണ് ഏറ്റവും വലുത്. അത് സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അപകട ഭീഷണി ഉയർത്തും മരങ്ങളോ മറ്റ് കമാനങ്ങളോ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. അത് ലോക്കലായിട്ടുള്ള അതോറിറ്റീസ്, ഓരോ സ്ഥലത്തെയും ലോക്കൽ അതോറിറ്റീസ് ഇത് മുൻകൈ എടുക്കണം. കാരണം ഇനിയുള്ള ദിവസങ്ങൾ ഇപ്പൊ കുറച്ച് ഗ്യാപ്പൊക്കെ കിട്ടും. ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഈ ഒരാഴ്ച കൊണ്ട് ചെയ്യാവുന്നതാണ്. അല്ല, പക്ഷേ ഇപ്പൊ കഴിഞ്ഞ തവണ മെയ്യിൽ അത് പെട്ടെന്നാണ് ആ മഴ പറഞ്ഞതിലും നേരത്തെ എത്തുകയായിരുന്നു മൺസൂൺ. ആ സമയത്തും ഇതുപോലെ നമ്മൾ ഈ മരം വീണുള്ള അപകടമാണ് അന്ന് കൂടുതൽ സംസ്ഥാനത്തുടനീളം നമ്മൾ കണ്ട കാഴ്ച അങ്ങനെയായിരുന്നു. പിന്നീട് ഒരു ഇടവേള വന്നു, അപ്പോഴാണ് ഈ 2ാം ഘട്ടം തുടങ്ങിയത്. പക്ഷെ അപ്പോഴും ഇതേ വാർത്ത തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇത് തന്നെ ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ തവണ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ധാരാളം കാറ്റ് ഉണ്ടായി. ആ സമയത്താണ് നമുക്ക് ഈ ആഘാതം ഉണ്ടായത്, മരം മറിഞ്ഞു വീഴും മറ്റു കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു.
കുറച്ച് അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളതല്ലാതെ അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് പ്രത്യേകം ഊന്നി പറയാനുണ്ട്. അങ്ങനെ ഒരു അതുപോലെ ഈ വൈദ്യുതി പോസ്റ്റുകൾ മറിഞ്ഞു വീഴുന്നു. വൈദ്യുതി പോസ്റ്റുകളുടെ ഒരു കാര്യം എന്ന് പറയുന്നത് എത്രയോ കാലമായിട്ട് നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റുകൾ, ചെരിഞ്ഞു നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റുകൾ അപകടകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ഇത്രയും പോപ്പുലേഷൻ ഉള്ള സ്ഥലത്ത് ഇത്രയും എന്തുമാത്രം ജനസംഖ്യയാണ് കേരളത്തിലുള്ളത്, എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യാൻ കഴിയുക? എന്തുമാത്രം പണച്ചെലവ് അതിനുണ്ടാകും? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കണം. കുറെയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷേ പരമാവധി ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തണമെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. കാരണം കുറച്ച് ഒഴിവാക്കാമായിരുന്നു. ഇതിനൊരു 50% ഇനി അങ്ങോട്ട് ഈ ഒരു പാറ്റേൺ ഈ തരത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ചെറിയ ഇടവേളയൊക്കെ കിട്ടും. പക്ഷെ അപ്പോഴും ഈ കാറ്റ് എന്നുള്ളത് തുടരുന്ന ഒരു പ്രതിഭാസമായി മാറുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ കുറച്ചുകൂടി അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അപകടങ്ങൾ കുറയ്ക്കുന്നത് എങ്ങനെ പറ്റും എന്ന തരത്തിലേക്ക് വേണം അതിന്റെ അധികൃതർ നീങ്ങാൻ. തദ്ദേശ വകുപ്പുകളൊക്കെ ആണെങ്കിലും അങ്ങനെ വേണം നീങ്ങാൻ, അല്ലേ? 2 weeks കിട്ടും നമുക്ക്. ഈ ഒരു 2 weeks നമുക്ക് എന്തായാലും കിട്ടും. ഈ ആഘാതം ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു 10-12 ദിവസത്തിനുള്ളിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പൊതുജനങ്ങൾക്കുള്ള ആ പ്രശ്നങ്ങൾ ഒഴിവാകും. കാരണം റെയിലിലേക്ക് മറിഞ്ഞു വീഴുക എന്ന് പറയുന്നത് അത് എത്രയോ പേരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ്, എത്രയോ പണച്ചെലവ് ഉണ്ടാകുന്ന കാര്യമാണ്. അതുപോലെ ചുറ്റുപാടും ഒന്ന് നോക്കുക. ഈ നമ്മുടെ പ്രേക്ഷകര് നിങ്ങളുടെ ചുറ്റുപാടും ഒന്ന് നോക്കുക. നിങ്ങളൊന്ന് ജഡ്ജ് ചെയ്യുക, എന്തൊക്കെയാണ് അപകട സാധ്യത എന്ന് ജഡ്ജ് ചെയ്യുക. പിന്നെ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ അപകട സാധ്യത തോന്നുന്ന റോഡാണെങ്കിൽ ഒഴിവാക്കുക എന്ന് തന്നെയാണ് വേണ്ടത്. ഇപ്പൊ സ്കിഡ് ചെയ്യുന്ന റോഡുകളുണ്ട്. ആ റോഡുകളിൽ ഈ മഴ സമയത്ത് വളരെ വേഗം കുറച്ച് പോവുക. നമ്മൾ മാത്രമല്ല, മുമ്പിലൂടെ വരുന്ന വാഹനം ശ്രദ്ധിക്കണം. കാരണം മുമ്പിലൂടെ വരുന്ന വാഹനം നിങ്ങളും വളറബിൾ ആണ്, അത് ശ്രദ്ധിക്കണം. അതുപോലെ ജലഭാഗങ്ങളിൽ പോകുന്നത് ശ്രദ്ധിക്കുക. അപ്പൊ അത്തരത്തിലുള്ള ഈ ആൾനാശം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. മറ്റ് നഗരങ്ങളിലൊക്കെ ഉള്ള സ്ട്രക്ചേഴ്സ് ഈ സമയത്ത് ശ്രദ്ധിക്കണം. അതുപോലെ വൃക്ഷലതാദികളെയും അവരുടെ ആരോഗ്യം പരിശോധിച്ചിട്ട് അതിന് വേണ്ട നടപടികൾ ഈ ഒരു 10-12 ദിവസങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ ജൂലൈയിലെയും ഓഗസ്റ്റിലെയും പ്രശ്നങ്ങളുടെ ആഘാതം നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് അത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. വളരെ നന്ദി ഡോക്ടർ എ രാജഗോപാൽ കമ്മത്ത്, ഇത്രയും വിവരങ്ങൾ വിശദമായി തന്നെ പറഞ്ഞു തന്നതിന്. ഇടുക്കി മൂലമറ്റം ത്രിവേണിയിൽ യുവാവ് മുങ്ങി മരിച്ചുവെന്ന വാർത്ത വരുന്നു. മൂലമറ്റം സ്വദേശി അതുൽ ബൈജുവാണ് മരിച്ചത്. ഒരാളെ രക്ഷപ്പെടുത്തി. ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി. ലാൽകൃഷ്ണൻ, എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്? മറ്റ് വിവരങ്ങൾ? അനുജ, ഉച്ചയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മൂലമറ്റത്തെ ത്രിവേണിയിൽ യുവാക്കൾ മുങ്ങി കുളിക്കാൻ വേണ്ടി എത്തിയതാണ്. ഈ സമയത്ത് അതിലൂടെ പുഴയിലൂടെ ഒഴുകിയെത്തിയ ഒരു തേങ്ങ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ യുവാക്കൾ വെള്ളത്തിലേക്ക് ചാടുകയായിരുന്നു എന്നുള്ളതാണ് സാക്ഷികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. ഈ സംഭവം ഒഴുക്ക് കൂടുതലായതുകൊണ്ട് കുട്ടികൾ രണ്ടുപേരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. സംഭവം നടന്ന നിമിഷങ്ങൾക്കകം തന്നെ നാട്ടുകാരും അതോടൊപ്പം തന്നെ അഗ്നിരക്ഷാസേനയും വിളിച്ചു വരുത്തിയിരുന്നു. അഗ്നിരക്ഷാസേന എത്തിയാണ് നിതീഷ് രാജൻ എന്ന് പറയുന്ന യുവാവിനെ കരക്കെത്തിച്ച് ഇയാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. തൊട്ടു പിന്നാലെ അതുലിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചെങ്കിലും അതുലിനെ കണ്ടെത്തിയില്ല. തൊട്ടു പിന്നാലെ ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് അതുലിനെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് അതുലിന് ജീവൻ ഇല്ല എന്ന കാര്യം സ്ഥിരീകരിക്കുന്നത്. അത് 19 വയസ്സാണ് അതുലിന്റെ പ്രായം. ഇവർ രണ്ടുപേരും മൂലമറ്റം സ്വദേശികൾ തന്നെയാണ്. ഈ അധികമായി വെള്ളം ഒഴുകുന്ന സമയത്ത് ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അടക്കം നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടെങ്കിലും തങ്ങൾക്ക് പരിചിതമാണ് എന്ന് തോന്നുന്ന ഒരു പുഴയിലേക്ക് ഇറങ്ങിയതാണ് ഈ ഒരു അപകട കാരണം. അപരിചിതമായ സാഹചര്യങ്ങളാണ് പുഴയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പുഴയിലേക്ക് ഇറങ്ങരുത് എന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകുന്നുണ്ട്. അവിചാരിതമായി സംഭവിച്ചതായിരുന്നു. തേങ്ങ പിടിക്കുന്നതിന് വേണ്ടി യുവാക്കൾ വെള്ളത്തിലേക്ക് ചാടിയതാണ് എന്നാണ് ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. ശരി, മൂലമറ്റം ത്രിവേണിയിലാണ് യുവാവ് മുങ്ങി മരിച്ചുവെന്ന വാർത്ത വരുന്നത്. അതുൽ ബൈജു എന്ന ആളാണ് മരിച്ചത്. ഒരാളെ രക്ഷപ്പെടുത്തി കുളിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു തേങ്ങ ഒഴുകിപ്പോകുന്നത് കണ്ട് അത് പിടിക്കാനായി പോയപ്പോൾ മരണം സംഭവിക്കുകയായിരുന്നു എന്നതാണ്. ഇപ്പോൾ ചില നദികളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ്, അത് ഏറ്റവും പുതുക്കിയ ഒരു മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് സംസ്ഥാന ജലസേചന വകുപ്പും കേന്ദ്ര ജല കമ്മീഷനും ചില നദികളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. അത് തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്നതാണ്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് മൊഗ്രാൽ അവിടെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ്. കൂടാതെ കണ്ണൂരിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. പെരുമ്പ കൈതപ്പുറം റിവർ സ്റ്റേഷനാണ്. കാസർഗോഡ് ഉപ്പള, പത്തനംതിട്ട മണിമല അങ്ങനെയുള്ളിടത്ത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മഞ്ഞ അലേർട്ടുള്ളത് തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും പമ്പ ഉൾപ്പെടെ ഇടുക്കി, എറണാകുളം, കൂടാതെ തൃശ്ശൂർ, കണ്ണൂർ, കാസർഗോഡ്, കരിയങ്കോട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ്
യെല്ലോ അലേർട്ട് ഉള്ളത്. ഒരു കാരണവശാലും നദികളിൽ ഇറങ്ങരുത്, നദി മുറിച്ചു കടക്കാൻ പാടില്ല, തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നതാണ്. ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ടതുണ്ടെങ്കിൽ അതും ചെയ്യണം, അധികൃതരുടെ നിർദ്ദേശാനുസരണം എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ ഈ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ന്യൂസ് ഈവനിംഗ് ഇവിടെ അവസാനിക്കുന്നു.